അമ്മേ, നമുക്ക് രാവിലത്തെ മരുന്ന് കഴിക്കാം. കുളിച്ച് കുറിയൊക്കെ ഇട്ട് കിടക്കുകയല്ലേ? വാതർന്നേ. കുറച്ചുകൂടെ. അസുഖം വേഗം മാറാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ, നല്ല കുട്ടി. ഈ മരുന്നൊക്കെ വെറുതെയാ, ഒരു ഗുണവും ചെയ്യില്ല. ഒക്കെ അമ്മയുടെ തോന്നല. എനിക്ക് ഉറപ്പുണ്ട് എന്റെ അമ്മ പഴയ പോലെ എണീറ്റ് നടക്കുന്നു. എന്തിനാ എണീറ്റ് നടക്കുന്നത്? മാസം 3 അവൻ പോയിട്ട് ഒരു വിവരവും ഇല്ല. നീ അന്വേഷിച്ചോ? അന്വേഷിക്കുന്നുണ്ടമ്മേ. മോൻകുട്ടനെ നമുക്ക് കണ്ടുപിടിക്കാം. നീ വെറുതെ പറയുക. ഇല്ലമ്മേ, എന്റെ അനുജനായതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. നിന്റെ വാക്ക് കേട്ട് പോലീസിൽ പരാതിപ്പെട്ടത് മിച്ചം. നീ ഒരു പോലീസുകാരിയല്ലേ? സ്വന്തം നിലയിൽ നിനക്കൊന്ന് അന്വേഷിച്ചുകൂടെ? ഞാനും അന്വേഷിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കാതെ. ഒരു ദിവസം അവൻ ഇവിടേക്ക് കയറി വരും, നോക്കിക്കോ. കയറി വരും, പക്ഷെ കാണാൻ ഞാനുണ്ടാവില്ല. എന്താ അമ്മ ഇത്? അമ്മ അവനെ പ്രസവിച്ചൂന്നേ ഉള്ളൂ. ഒക്കെ തെടുത്തോണ്ട് നടന്ന് വളർത്തിയവള് ഞാനാ. എനിക്ക് വിഷമമില്ലെന്നാണോ? പിന്നെ ദേ, വാസന്തി വന്ന് ഭക്ഷണം എടുത്തു തരും. ശാഠ്യം പിടിക്കാതെ കഴിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ശരി. ഒന്നും മിണ്ടാതെ എവിടേക്കാടാ നീ പോയത്? ഈ ചേച്ചി അമ്മയെ തനിച്ചാക്കിയിട്ട്. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. ഒരു മിസ്സിംഗ് കേസിന് തുമ്പുണ്ടാക്കാൻ 3 മാസമായിട്ടും നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിന് മൊത്തം ഒരു അപമാനമാണ്. കാര്യമായ അന്വേഷണം നടന്നു, പക്ഷെ ഇടയ്ക്കൊട്ട് മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥ. കാണാതായ കൃഷി ഒരു നല്ല ക്യാരക്ടർ ഉടമയാ. ട്യൂട്ടോറിയൽ കോളേജുകളിൽ കീർത്തികേട്ട അധ്യാപകൻ, അമ്മയും പെങ്ങളും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബം. ഒരു തിരോധാനത്തിന് വേണ്ട യാതൊരു റീസൺസുമില്ല. ഈ ഋഷിയുടെ പെങ്ങൾ കൗസല്യ നമ്മുടെ ഒരു PC ആണ് സാർ. അറിയാം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നാം ഈ കേസിന് തുമ്പുണ്ടാക്കിയേ പറ്റൂ. എത്രയോ പേർ ഇടയ്ക്കിടെ മിസ്സാവുന്നു. ആദ്യം ഒരു കോലാഹലം, ഒരാഴ്ച കഴിയുമ്പോ പത്രക്കാരും ചാനലുകാരും പുതിയ വിഷയത്തിന് പുറകെ പോകും. കാണാതാകുന്നവരുടെ വീട്ടുകാർക്ക് താല്പര്യം കുറയും, നമുക്ക് പുതിയ കേസുകളും വരും. ഇറ്റ്സ് എ റൂട്ടീൻ പ്രൊസീജിയർ. യെസ്, യു ആർ കറക്റ്റ്. ബട്ട് ഇൻ ദിസ് കേസ് ഐ സ്ട്രോങ്ലി വാണ്ട് എ ക്വിക്ക് ആക്ഷൻ. സർ. ഓക്കെ, then we will meet tomorrow. സർ. മനുഷ്യനെ മെനക്കെടുത്താൻ അവന്റെ അമ്മയുടെ ഒരു ഒളിച്ചോട്ടം. ഹമീദ്, അന്വേഷണത്തിൽ യാതൊരു സ്ലിപ്പുമില്ല. അയാൾ മാറി മാറി പഠിപ്പിച്ചിരുന്ന ട്യൂട്ടോറിയൽ കോളേജുകൾ, അയാളുടെ വീട്, അവിടെ ഒക്കെ അന്വേഷിച്ചു. ആർക്കും ഒന്നും അറിയില്ല. സുഹൃത്തുക്കളെ പറ്റിയോ? നാട്ടിൽ തൊഴിലെതിരായ 1-2 പേർ. പട്ടണത്തിൽ പഠിപ്പിക്കാൻ പോകുന്ന കൃഷിയെപ്പറ്റി അവർക്കും കൂടുതലൊന്നും അറിയില്ല. വല്ല പെണ്ണിനെ ലൈനടിച്ച് അവളെയും കൊണ്ട് കടന്നു കാണും. ചെറുപ്പമല്ലേ? നോ, അന്വേഷണത്തിൽ സ്ത്രീ വിഷയത്തിൽ തീരെ താല്പര്യമില്ലാത്ത, തന്നിലേക്ക് ഒതുങ്ങി നടക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കൃഷിയുടേത്. എല്ലാ പോലീസ് സ്റ്റേഷനിലും അലർട്ട് മെസ്സേജ്, പത്രത്തിലും ചാനലുകളും ഫോട്ടോയും പബ്ലിഷ് ചെയ്തു. നോ ഐഡിയ. ആരും വിളിച്ചില്ല. എന്തേ? അവൻ കേരളം വിട്ട് കാണും. എന്തായാലും ഒരു വട്ടം കൂടെ ഫോളോ അപ്പ് ചെയ്യാം. നമ്മൾ നടന്ന വഴികൾ, നമ്മൾ നടത്തിയ അന്വേഷണങ്ങൾ. വേറെ പണിയില്ലേ ചങ്കറെ? സ്റ്റോപ്പ്, ദേ കൗസല്യ വരുന്നു. മോർണിംഗ്. എന്താ ഇവിടെ? കമ്മീഷൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്റെ അനിയന്റെ മിസ്സിങ്ങിനെ പറ്റി ACP കണ്ടെന്ന് പറയാമെന്നാ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും പണസംബന്ധമായോ വസ്തു സംബന്ധമായോ ഋഷി വഴക്കിട്ടിരുന്നോ? ഇല്ല സർ. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലമല്ലേ. യു ആർ കറക്റ്റ്. ഒരു തരി പൊന്നിനും ഒരു നുള്ളു മണ്ണിനും വേണ്ടി അച്ഛനും മക്കളും സഹോദരങ്ങളും തമ്മിൽ തല്ല് കൊല്ലുകയും ചെയ്യുന്ന കാല. അയാളെപ്പറ്റി പുതിയ വല്ല വിവരമുണ്ടോ? ഇല്ല. കൗസല്യ പോയിക്കോളൂ. ആ,
നിർത്ത്. നീ ഇവിടെ തന്നെ ഉണ്ടാവല്ലോ. നമുക്ക് പിന്നെ കാണാം. ആ ഓക്കെ. ശക്തി. ഓക്കെ. അല്ല ഇതാര് ഋഷിയുടെ പെങ്ങളല്ലേ? അതെ, എന്താ ചേച്ചി ഈ വഴിക്ക്? ഞാൻ ആ രാമനെ തേടി ഇറങ്ങിയതാ. കുളത്തിൽ മുങ്ങിയ കിണറ്റിൽ പൊങ്ങുന്നവനാ രാമൻ. ഇടയ്ക്കെപ്പോഴും മിന്നായം പോലെ ഞാനൊന്ന് കണ്ടതാ. രാമന്റെ നമ്പർ ഉണ്ടോ നീ എന്റെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ? അതിനെന്താ, തരാലോ. ഷോ, എന്താ വെയില്. 9447 9470 1988 1988. ഓക്കെ ശരി മോനെ, വീട്ടിലെല്ലാം അന്വേഷിച്ചു എന്ന് പറയും. ഓക്കെ. ഒരു ഗ്യാസ് ഇങ്ങനെ. ഗ്യാസോ? ഗ്യാസുള്ള സോഡ. വല്ലാത്ത ദാഹം. ഗ്ലാസ്സിൽ ഒഴിക്കണോ? വേണ്ട. എന്റെ പള്ളിക്കലപ്പാ. തുളസിയുണ്ടോ? തുളസി ഇവിടെ ഉണ്ടായിരുന്നു, എങ്ങോട്ടോ പോയി. അതല്ല, ചവയ്ക്കണോ തുളസി? തുളസി എനിക്കറിയാം, പക്ഷെ അവൻ ചവയ്ക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാൻപരാഗ് ചൈനീക്കൈനി ആ ജനസിൽപ്പെട്ട തുളസി. ക്യാൻസർ ഫ്രീ ആയി കൊടുക്കുന്ന അത്തരം സാധനങ്ങളുടെ കച്ചവടം ഞാൻ നിർത്തി. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എന്തോ ചെയ്യും? എന്താ ഒന്ന് ചവയ്ക്കാൻ? നാരങ്ങ മുട്ടായി മുതൽ എക്ലേഴ്സ് വരെ ഇവിടെ ഉണ്ട്. ഏത് വേണം? ദർപ്പേ കുജേ നറുമുണി മുട്ട്യപക്ഷം വച്ചോല്. നിനക്ക് ഇഷ്ടമുള്ളത് ഇതാ. നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും തന്നാ പോരെ. ഇതെന്തോന്ന്? ഡേയ്, കാശ് തന്നിട്ട് പോ. ഞാനത് മറന്നു. സാധനം കിട്ടിയപ്പോ. സാധനം വാങ്ങാൻ നേരത്തെ ഒരു മറവിയില്ല. ഹലോ. ഹലോ, രാമനല്ലേ? അതെ, രാമനാ. ആരാണ്? ഞാൻ കൗസല്യ, ഋഷിയുടെ പെങ്ങളാ. അമ്മയ്ക്ക് സുഖമാണോ? അതെ. എടോ, സത്യം പറയണം, ഋഷിയുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് താൻ 4-5 തവണ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. അതെ, വന്നിട്ടുണ്ട്. അവൻ എവിടെ ഉണ്ടെന്ന് തനിക്കറിയാം? പള്ളിക്കലപ്പാ. അവൻ എവിടെ ഉണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? എടോ, ഞാനൊരു പോലീസുകാരി ആയതുകൊണ്ട് പോലീസ് മുറി ചോദിച്ചാലേ താൻ പറയുള്ളൂന്നുണ്ടോ? അത് ആരോടും പറയരുതെന്ന് ഋഷി സത്യം ചെയ്യിച്ചിരിക്കുക. എന്തോന്ന്? താൻ പറഞ്ഞേ തീരൂ. അത് ഭാര്യ വീട്ടിൽ കാണും. എന്താ പറഞ്ഞേ? ഭാര്യ വീട്ടിലോ? അതെ, 5 വർഷമായിട്ട് അവിടെയാ. ഏത് വീട്? ആനയുന്നൊരു പെണ്ണിന്റെ വീട്ടിലാ. താൻ എന്റെ അനിയൻ ഋഷിയെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നേ? അതെ, നമ്മുടെ ഋഷി. വീട്ടിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇത് തന്നെയാണെന്ന് തോന്നുന്നു വീട്. ആരാ? എന്താ മോന്റെ പേര്? ശ്രീകുട്ടൻ. എന്താ ഇങ്ങനെ വിളിച്ചു നോക്കുന്നേ? ഒന്നുമില്ല. മോന്റെ അമ്മ എവിടെയാ? അകത്തുണ്ട്. അമ്മേ, ദേവി ആന്റി.
മനസ്സിലായില്ല. ഞാൻ കൗസല്യ, ഋഷിയുടെ ചേച്ചിയാ. വരൂ, ഇരിക്കൂ. ഋഷി എപ്പോഴും പറയും ചേച്ചിയെ പറ്റി അമ്മയെ പറ്റി. ഞാനും ഒരുപാട് തവണ ആശിച്ചു ഒന്ന് കാണണമെന്ന്. അമ്മ കിടപ്പില്ല, നല്ല സുഖയില്ല. ഋഷി പറഞ്ഞല്ലേ ഞങ്ങളെ പറ്റി. അവനെ കാണാത്തോണ്ട് അന്വേഷിച്ചു വന്നാ ഞാൻ. ഋഷി ഇവിടെ ഇല്ല. എവിടെ പോയി അറിയില്ല. എപ്പോ വരും അറിയില്ല. എന്താ ഇങ്ങനെ? എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറഞ്ഞ? എന്തിനാ കരയില്ലേ? എനിക്കറിയില്ല. 2-3 മാസമായി ഒന്നും പറയാതെ പോയത്. ചിലപ്പോഴൊക്കെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാ വരാറുള്ളത്. എന്നിട്ടും കാണാതായപ്പോ അന്വേഷിച്ചില്ലേ? എവിടെ അന്വേഷിക്കാൻ? ആരോട് അന്വേഷിക്കാൻ? പോകുന്ന സ്ഥലമോ പുറത്തുള്ള കോണ്ടാക്ട്സോ ഒന്നും ഇവിടെ പറയാറില്ല. കൃഷിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയ ഒരച്ഛന്റെ 3 മക്കളിൽ മൂത്തവളാ ഞാൻ. എനിക്ക് താഴെ 2 പെൺകുട്ടികൾ, ട്രേസിയും ഷേർലിയും. എനിക്ക് 14 വയസ്സുള്ളപ്പോഴാ അമ്മയുടെ മരണം. പിന്നീട് ഏറെ കഷ്ടപ്പെട്ടാണ് അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. ഡിഗ്രി കഴിഞ്ഞതോടെ ഞാൻ ട്യൂട്ടോറിയലിൽ പഠിപ്പിക്കാനായി പോയി. ട്രീസ കോളേജിൽ, ഷേർലി 7ാം ക്ലാസ്സിൽ. വളരെ പെട്ടെന്ന് ഞാനൊരു വീട്ടമ്മയായി. വന്ന വിവാഹാലോചനകളൊക്കെ ഓരോ കാരണം പറഞ്ഞ് ഒഴിവാക്കി. ഞാൻ എന്റെ ജീവിതം തേടിപ്പോയാൽ അവരുടെ ഭാവി അവതാളത്തിലാകുമെന്ന് ഞാൻ ഭയന്നു. അപ്പോഴാണ് ഭാരത് മാതാ ട്യൂട്ടോറിയലിൽ വെച്ച് ഞാൻ ഋഷിയെ പരിചയപ്പെടുന്നത്. പൊതുവെ ആണുങ്ങളോട് അകലം പാലിച്ചിരുന്ന ഞാൻ ഋഷിയോട് കൂടുതലെടുത്തു. കാരണം ഋഷിക്ക് എന്നേക്കാൾ 4-5 വയസ്സിന് എളുപ്പമായിരുന്നു. ഇടയ്ക്കൊക്കെ ഋഷി ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. ഋഷിയുടെ സാമീപ്യം എന്നിലെ സ്ത്രീയെ ഉണർത്തി. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സും ശരീരവും പങ്കുവച്ചു. ഞാൻ ഗർഭിണിയായി. അച്ഛനറിഞ്ഞു. ഋഷി വന്നപ്പോ വഴക്കായി. പിറ്റേന്ന് ഞാൻ കാണുന്നത് പറമ്പിലെ മാവിൽ തൂങ്ങി നിൽക്കുന്ന എന്റെ അച്ഛനെയാണ്. ആനി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന അത് ശരിയാവില്ല. തളരരുത്, ധൈര്യമായിട്ടിരിക്കെ. നിനക്ക് ഞാനുണ്ട്. വേണ്ട ഋഷി. ഋഷി ചെറുപ്പമാണ്. ഋഷിക്കൊരു ജീവിതമുണ്ട്. എനിക്ക് വേണ്ടി അത് നശിപ്പിക്കരുത്. എന്താ നീ പറയുന്നത്? നമുക്കൊരിക്കലും ഒന്നാകാൻ പറ്റില്ല. എന്റെ പ്രായം, ജാതി, മതം ഇതൊന്നും ഋഷിയുടെ വീട്ടുകാർ അംഗീകരിക്കില്ല. സ്നേഹത്തിന് മുന്നിൽ ഒരു പ്രതിബന്ധത്തിനും സ്ഥാനമില്ല. നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഋഷി, അങ്ങനെ ഋഷി എന്റെ വീടിന്റെ നാഥനായി. ഞാൻ ഋഷിയുടെ ഭാര്യയായി. ദാ,
896839. ഹായ്, ഗുഡ് ഈവനിംഗ് മത്സ. ഇത് ഞാനാണ് ഹമീദ്. ഹൗ ആർ യു? Fine, thanks. എടോ, എനിക്ക് തന്റെ ഒരു സഹായം വേണമല്ലോ. Oh, it's a pleasure. Tell me what you want. Kindly note this number 99896839. 399. Yeah. Please try this number. Naiman address. Just a minute. I'll give the details right now. Okay. Miss Jwala Madhavan, 38 bar 4126, Kadambatil, KD Puram PO. Thank you. Okay. Good night. Good night. Miss Jwala Madhavan, 38 bar 4126, Kadambatil, KD Puram PO. ആരാ മനസ്സിലായില്ല? പോലീസുകാരനാ, പേര് ഹമീദ്. എന്താ സാർ കാര്യം? ഈ ജ്വാല മാധവൻ ഞാനാ. ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നിങ്ങളെ കാണാൻ വന്നതാണ്. വരൂ സാർ. ഇരിക്കൂ. ജ്വാല എവിടെ വർക്ക് ചെയ്യുന്നേ? ഇൻഫോടെക്കിൽ സീനിയർ ഓപ്പറേറ്റർ. നിങ്ങളുടെ മൊബൈൽ നമ്പർ? 9998585300. ടെൽ മീ ദ നമ്പർ വൺസ് മോർ. 9998585300. ആട്ടെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനിവിടെ പെയിൻ ഗസ്റ്റാ. ജ്വാലയുടെ അച്ഛനും അമ്മയും? അച്ഛൻ നാട്ടിലാ, അമ്മ മരിച്ചുപോയി. കേസ് അന്വേഷണം എന്ന് പറഞ്ഞു. എന്ത് കേസാണ് സാർ? ഞാനൊരു മിസ്സിംഗ് കേസ് അന്വേഷിക്കുക. കാണാതായ ചേതന എന്റെ അനുജത്തിയാണ് സാർ. എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ? സോറി, ഞാൻ ആ കേസല്ല അന്വേഷിക്കുന്നത്. ആട്ടെ, എന്താ അനുജത്തിയുടെ പേര് പറഞ്ഞത്? ചേതന. ആട്ടെ, മിസ്സിംഗ് ആയിട്ട് എത്ര കാലമായി? 11 മാസം. യെസ്, ഞാൻ ഓർക്കുന്നു. ചേതന മാധവൻ, പാർട്ട് ടൈം ട്യൂട്ടോറിയൽ അധ്യാപിക, സോഫ്റ്റ്വെയർ സ്റ്റുഡന്റ്. CA ശങ്കർ സാറാണ് ആ കേസ് അന്വേഷിച്ചിരുന്നത്. 3-4 മാസം കേസ് അന്വേഷണത്തിന് നല്ല വേഗതയുണ്ടെന്ന് തോന്നി. പിന്നീട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അന്വേഷണ ചുമതല മറ്റാർക്കോ കൈമാറി. അത് ശരി. എന്നിട്ടെന്താ, ഞാൻ CI ഓഫീസിൽ പലതവണ കയറിയിറങ്ങി. എപ്പോഴും വരണ്ട, എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. ജ്വാലയ്ക്ക് ഒരു റഷ്യ അറിയാമോ? ഇല്ല. സത്യമാണോ ജ്വാല പറയുന്നത്? ഞാൻ എന്തിനു കള്ളം പറയണം? ശരിക്കൊന്ന് ഓർത്തു നോക്കിയേ. ഇല്ല, ആ പേരിൽ ആരെയും എനിക്ക് പരിചയമില്ല. ഓക്കെ, ബട്ട് നാളെ മാറ്റി പറയരുത്. വരട്ടെ. You have one more mobile number. No. 9998968399. ഈ നമ്പർ നിങ്ങളുടെ പേരിലാണ്. അത് ആ നമ്പറാണ് ചേതന ഉപയോഗിച്ചിരുന്നത്. ചേതന മിസ്സിംഗ് ആയിട്ട് 11 മാസം. ബട്ട് 3 മാസം മുമ്പ് വരെ ഈ നമ്പറിൽ നിന്നും കാണാതായ ഋഷിയുടെ സെൽഫോണിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെർ ഡേ മിനിമം 6 to 7 കോൾസ്. വാട്ട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ളതാണ്. പക്ഷെ അത് പോലീസുകാരോടായാൽ ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും. ഞാനൊന്നും വിളിച്ചിട്ടില്ല. ആയിക്കോട്ടെ, നമ്മൾ ഇനിയും കാണും. ഓക്കെ. എന്താനി, സുഖാണോ? ഞങ്ങൾ കാര്യമായി അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടായിരിക്കില്ല. സാധാരണ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അതിൽ കൂടുതൽ എന്നെയും മോനെയും പിരിഞ്ഞിരിക്കാൻ ഋഷിക്ക് പറ്റാറില്ല. ഇതിപ്പോ 3 മാസമായി.
എനിക്കൊരു സമാധാനമില്ല. ഋഷി എന്റെ ഒരു നല്ല സുഹൃത്താ. അയാളെ കുറിച്ച് നിങ്ങളെക്കാൾ ഉൾക്കണ്ട എനിക്കുണ്ട്. ശ്രീകുട്ടന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. ആനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും തുറന്നു പറയാൻ മടിക്കണ്ട. എന്താണെങ്കിലും പറഞ്ഞോളൂ. CI ഹമീദ് സാർ വന്നിരുന്നു. ചോദ്യങ്ങൾ കൊണ്ട് എന്നെ പൊറുതി മുട്ടിച്ചു. ഞാൻ ഋഷിയുടെ സുഹൃത്തായതിനാൽ എന്റെ ഭാഗത്തുള്ള സോഫ്റ്റ് ബിഹേവിയർ അയാളിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. എനിക്കറിയാം, ഞങ്ങളുടെ കിടപ്പറയിലെ കാര്യങ്ങൾ വരെ ആ വൃത്തികെട്ട CI കിള്ളി കിള്ളി ചോദിച്ചു. എനിവേ, സമാധാനമായിരിക്കെ, ഞാൻ അന്വേഷിക്കാം. ഋഷിയുടെ പെങ്ങൾ കൗസല്യ വന്നു അല്ലേ? വന്നു. നല്ല സ്നേഹമുള്ള സ്ത്രീയാ. ധൈര്യമായിട്ടിരിക്കെ, ഒക്കെ ശരിയാകും. ഇടയ്ക്കിടെ ഒന്നും മിണ്ടാതെ പോകുന്നത് അവൻ്റെ ഒരു പതിവല്ലേ? വരും. ഇങ്ങോട്ട് വരാതെ പിന്നെ എവിടെ പോവാനാ? ഇവൻ ഇവിടെ എന്താ ഡിസ്കഷൻ? ദാ കാണുന്ന വീട്. വരട്ടെ അനി. ദാ നമസ്കാരം സാർ. കൗസല്യ ഇവിടെ? ഋഷിയുടെ വൈഫും മകനും ഇവിടെയാ ഉള്ളത്. ഞാനൊന്ന് കാണാൻ ഇറങ്ങിയതാ. ഓഹോ, ഞാൻ ഋഷിയെ പറ്റി ചില വിവരങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങിയതാ. എങ്ങനെയും നമുക്ക് അവനെ കണ്ടെത്തണ്ടേ? അതെ സാർ. എന്നാ ഞാനങ്ങോട്ട്. ആ, ശരി. സാർ. ആനി, ആനി. ആ, ചേച്ചിയോ? ഇത് ശ്രീകുട്ടന് കൊടുത്തേക്ക്. മോനെവിടെ? അകത്തുണ്ട്. ആ, ഞാനൊരു കാര്യം ചോദിച്ചാ ആനി സത്യം പറയോ? ഞാൻ എപ്പോഴും ചേച്ചിയോട് സത്യമേ പറയൂ. ഋഷി ഒളിച്ചു നടക്കുവാണോ? ആര് പറഞ്ഞു? എനിക്കറിയാം. നിന്റെയും മോന്റെയും കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് എന്നെ അമ്മയും ഫേസ് ചെയ്യാൻ അവന് മടി കാണും. അയ്യോ ഇല്ല ചേച്ചി. ഒന്നും മിണ്ടാതിരിക്കണ്ട ആനി. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകുന്നുണ്ട്. സത്യമായിട്ടുമില്ല. ഋഷി പോയിട്ടിപ്പോ 4 മാസമാകാൻ പോകുന്നു. അപ്പൊ പിന്നെ അവന്റെ വസ്ത്രങ്ങൾ നീ അലക്കിയിട്ടിരിക്കുന്നതോ? അത് ഇവിടെ ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ ചേച്ചി. ഋഷി ഇവിടെ ഇല്ലാന്ന് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അറിഞ്ഞാൽ ഇന്നത്തെ കാലമല്ലേ, രാത്രി വല്ല റൗഡികളും അക്രമത്തിന് വന്നാലോ? എന്താ നീ പറയുന്നേ? ആൺതുണയില്ലാത്തൊരു പെണ്ണിന് നമ്മുടെ നാട്ടിൽ സുരക്ഷിതത്വം ഉണ്ടോ ചേച്ചി? നീ സമാധാനമായിട്ടിരിക്കെ. നിനക്കും ശ്രീകുട്ടനും ഞാനുണ്ട്. അതുമല്ല, ഇടയ്ക്കിടയ്ക്ക് ആ വസ്ത്രങ്ങൾ അലക്കിയിടുമ്പോ ഋഷി എന്റെ ഒപ്പം ഉണ്ടെന്ന് തോന്നും. എന്തത് മാറിന്നേ? ഋഷി കളിക്കല്ലേ. നീ അങ്ങോട്ട് മാറി, ഞാൻ അലക്കാം. വേണ്ട, ഭർത്താവിന്റെ തുണി അലക്കുന്നതേ ഭാര്യയുടെ അവകാശ. അതൊക്കെ പണ്ടത്തെ കാലം. ഇപ്പൊ എന്റെ തുണികൾ മാത്രമല്ല, നിന്റെ തുണി കൂടെ ഞാൻ അലക്കും. മാറ. ആണുങ്ങളുടെ പണിയല്ല ഇതൊന്നും. മാറിന്നേ. എന്താ നോക്ക്, സ്വന്തം ഭാര്യയുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നുകൊണ്ടോ അവൾക്കൊരു കപ്പ് കാപ്പി ഇട്ട് കൊടുക്കുന്നുകൊണ്ടോ ഒരു ഭർത്താവ് ഒരിക്കലും ഒരു പെൺകോന്തനാവുന്നില്ല. അതൊക്കെ ഞാൻ എണീക്കാൻ വയ്യാതെ കിടക്കുമ്പോഴാവട്ടെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഋഷിയുടെ തുണികൾ അലക്കുമ്പോ ഞാൻ അതിന്റെ അഴുക്ക് മാത്രമല്ല കളയുന്നത്, ഋഷിയുടെ ആത്മാവിന്റെ സൗന്ദര്യം ഞാൻ എന്റെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുക. ഇതാണ് പ്രണയത്തിന്റെ ഭ്രാന്തി. അയ്യോ സോറി.
ആ നിർത്ത്. ആ അങ്ങോട്ട് ഒതുക്ക്. അവിടെ സാറേ ഹെൽമെറ്റ് ഉണ്ട്. അതാ പ്രശ്നം. ബുക്കും പേപ്പറും കൂടെ എടേ വേഗം എടുക്കണോ? എടുക്കുന്ന. ആ പിടി. ലൈസൻസ് ഉണ്ടോ? ആ നോക്കട്ടെ. ആ ലൈസൻസ് ഉണ്ട്. ഇൻഷുറൻസും ഉണ്ട്. പൊല്യൂഷനും ഉണ്ട്. ഹെൽമറ്റും ഉണ്ട്. വിജയ, അപ്പൊ ഇവനെല്ലാം തികച്ചുണ്ട്. ആ വരട്ടെ സാറേ വരട്ടെ, നോക്കട്ടെ. അങ്ങനെ പറയാൻ പറ്റേ. ഇവന്റെ ഹെഡ്ലൈറ്റിൽ കറുത്ത പുള്ളിയില്ല. ഫൈൻ അടച്ചോ. അടക്കി. ഫൈനോ? ആ 200 രൂപ. 200. രസീത് വേണ്ടെങ്കിൽ 100 രൂപ തന്നാ മതി. ഈശ്വര. ആ പേര് പറ. ദൃഷ്ടദ്യുമ്നൻ. എന്താ? ദൃഷ്ടദ്യുമ്നൻ. എഴുതിക്കോ. നീ എഴുത. സാർ എഴുതിക്കോ. നീ എഴുതടാ. സാർ എഴുതിക്കോ. നീ അങ്ങ് എഴുതാൻ. വേണ്ട സാർ എഴുതിക്കോ. പോ. പോടേ. ഒരു പേരുണ്ടാക്കി എടുത്തോണ്ട് പോണേ അവിടുന്ന്. വായിക്കൊള്ളാതെ പേരും കൊണ്ട് നടക്കുക. ഇനി ഇവന്റെ തന്തയുടെ പേരെന്താണോ? കർത്താവേ, നീ ചില്ലറക്കാരനല്ല. നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും നീ ഇതുപോലുള്ള അത്ഭുതങ്ങൾ കാട്ടിക്കൊണ്ടേയിരിക്കും. വരുന്നടാ, അവനെ പിടിച്ചോടാ. എവിടെ ഇന്ന് അവന്റെ വിധി? നിർത്ത്. സ്റ്റോപ്പ്. നിർത്തടാ അങ്ങോട്ട്. ഇന്നത്തെ ദിവസം പോക്ക. ആരെ കണിയേണ്ടത്? നീ പോയി ലാത്തി എടുത്തോണ്ടാ. ഇങ്ങോട്ടാണല്ലോ. കർത്താവേ, അത്ഭുതങ്ങളൊന്നും കാട്ടല്ലേ. മാത്തപ്പൻ പിള്ളകുട്ടി പരാധീനക്കാരനാണേ. നല്ല വിശപ്പും ദാഹവും. തുടങ്ങാം. ഞാൻ റെഡി. കർത്താവേ. എവിടെ? അടുത്ത പട എനിക്ക്. ഇവരുടെ കട മുടിക്കൂ. അടുത്ത. എന്റെ ഈശോ. ഇപ്പോഴൊരു ആശ്വാസമായി. ചേട്ടൻ എന്തോ കുടിക്കാനുണ്ട്? കുടിക്കാനോ? ദേ ഇരിക്കുന്നു സാധനം. പിടിച്ചോ. ഇനി എനിക്ക്. എവിടെ? വേണ്ട. വേണ്ടേ? നല്ലത്. പോ നമുക്ക്. നമുക്ക് പോവാം. ശരി. അതിന്റെ കാശങ്ങ് കൊടുത്തേക്ക്. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. ചേട്ടാ എത്ര രൂപയായി? 180. ഓ 180. 200 ഉണ്ട്. 20 രൂപ ടിപ്പ്. സന്തോഷായല്ലോ. ശരി, വാ പോവാം. കർത്താവേ, ഇവർ കേരള പോലീസ് തന്നെ. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ലുട്ടാപ്പിയുടെ സീർട്ടാ. തീപ്പെട്ടി കത്തിക്കാൻ കൊടുക്കേല. കട കത്തിക്കാനല്ല, ഈ സിഗരറ്റ് ഒന്ന് കത്തിക്കാനാ. അത് തന്നെ കത്തിക്കാൻ കൊടുക്കേലെന്ന് പറഞ്ഞത്. എന്നാ പിടിച്ചേ. പിടി. കത്തിക്കാതെ നീ ഒന്ന് വലിച്ചു കാണിക്ക്. പുക വരണം. ഇതെന്ത് കോലമാവിക്കുക? ഇങ്ങനെയാണോ നിന്റെ പ്രായത്തിലുള്ള മനുഷ്യർ നടക്കുന്നത്? എനിക്ക് പോയി മുടിയൊക്കെ വെട്ടി അടിച്ചു നനച്ച് കുളിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് മാന്യമായിട്ട് നടക്കും.
നിന്നെ നന്നാക്കാമെന്ന് എന്നെ വേണം പറയാൻ. നീ പോടാ, പോ, എവിടെയെങ്കിലും പോയി തൊലി പുല്ലേ. എന്തെങ്കിലും വിവരം കിട്ടിയോടോ? ഇല്ല സാർ. ഇത്രയും നേരം താനൊക്കെ എന്തെടുക്കുകയായിരുന്നോ? തികച്ചും സംശയാസ്പദമാണ് സാർ ഇവന്റെ മട്ടുഭാവം കണ്ടിട്ട്. എന്താണ് നിന്റെ പേര്? എവിടെയാ നിന്റെ നാട്? വീട്ടിലാരൊക്കെയുണ്ട്? എന്നോട് പറയേ, എന്നെ വിശ്വസിക്കാം. പറയ, ആരാണ് നീ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കൂടാ നായിന്റെ മോൻ. അമീത്, ഈ കള്ള നായിന്റെ മുമ്പ് വാ തുറക്കുന്നില്ല എന്ന് യുവനം. വേണ്ട, അവൻ സംസാരിക്കില്ല. എന്താ ഇവ ഊമയാണോ? അല്ല, പിന്നെ 8 മാസങ്ങൾക്ക് മുമ്പ് അവൻ പെങ്ങൾ മിസ്സിംഗ് ആയി. ആ ഷോക്കിൽ പിന്നീട് അവൻ സംസാരിച്ചിട്ടേ ഇല്ല. യെസ്, ഹീസ് എ മെന്റൽ പേഷ്യന്റ്. മൈ ഗോഡ്. Take him out. സാർ, അന്വേഷണം ഇപ്പോഴും വഴിമുട്ടി നിൽക്കുകയാണ്. സ്ലേറ്റിൽ എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞു പോകുന്ന പോലെ ഒരു ദിവസം ഋഷിയെ കാണാതാകുന്നു. മാഞ്ഞു പോയതോ അതോ ആരെങ്കിലും മാച്ചു കളഞ്ഞതോ? കഴിഞ്ഞ 2 വർഷത്തിനിടെ കാണാതായ 1 ഡസനോളം പെൺകുട്ടികൾ. അവരുടെ തിരോധാനവും ഋഷിയുടെ അപ്രത്യക്ഷമാകലും തമ്മിൽ എന്തോ ഒരു ബന്ധം. ചിലപ്പോൾ എന്റെ ഇലൂഷനാകാം. How it was connected? ഹമീദ് പറഞ്ഞതിൽ ഫാക്ട്സ് ഉണ്ട്. കാണാതായ പെൺകുട്ടികളിൽ പലരും ട്യൂട്ടോറിയൽ കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്. What a surprise! ഞാനിതുവരെ കാര്യം ശ്രദ്ധിച്ചില്ല. തുടക്കത്തിൽ ഞാനും ശ്രദ്ധിച്ചില്ല. പക്ഷേ അന്വേഷണ വഴിയിൽ ചിലപ്പോഴെങ്കിലും തെളിവുകൾ നമ്മെ തേടി വരാറുണ്ട്. മൊബൈൽ ട്രാക്കിംഗ് റെക്കോർഡ്സ് കിട്ടിയോ? ഇല്ല സർ. കമ്പ്യൂട്ടർ സെല്ലിൽ വിളിച്ച് സസ്പെക്ടഡ് നമ്പർ സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യാൻ പറയൂ. ഋഷി പഠിപ്പിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കൊന്നും ഒരു കവർ ചെയ്യണ്ടേ? നോ നീഡ്. നിങ്ങൾ തന്നെ നേരിട്ടൊരു വട്ടം വിസിറ്റ് ചെയ്തതല്ലേ? അതെ സർ, ബട്ട് അന്ന് അന്വേഷണത്തിലായി ഒന്നും ഉണ്ടായില്ല. ഋഷിയുടെ വീട് ഒബ്സർവ് ചെയ്യാൻ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓൾറെഡി അപ്പോയിന്റഡ് സർ. ഗുഡ്. അയാൾ ഇടയ്ക്കിടെ ആരും അറിയാതെ വീട്ടിൽ വന്നു പോകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഒരു സെർച്ചിങ് നല്ലതാണ്. ഓക്കെ സർ. ആനി, ഞാൻ പരിചയപ്പെട്ട എത്രയോ പെൺകുട്ടികളിൽ നിന്നും എന്തുകൊണ്ടും വ്യത്യസ്തയാണ് ആനി. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും ഇത്രയേറെ സൗന്ദര്യമുള്ള വേറൊരു പെണ്ണിനെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. അമ്മയുടെ വാത്സല്യം,
സഹോദരിയുടെ കരുതൽ, കാമനിയുടെ പ്രണയം, എല്ലാം എല്ലാം അവളിലുണ്ട്. ഇല്ല, ആനിയെ നഷ്ടപ്പെടുത്താനാവില്ല. അവളെ നഷ്ടപ്പെടുത്തുന്ന വഴി കിട്ടുന്ന സമ്പാദ്യം എനിക്ക് വേണ്ട. കതിർ ചൂടും യമുനാ നദിയോരം, ഉലകം പൂത്തുലയും മനമോ വൃന്ദാവനം. പ്രണയം കതിർ ചൂടും യമുനാ നദിയോരം, ഉലകം പൂത്തുലയും മനമോ വൃന്ദാവനം. രാധികേ നീ ചാരയണയുമ്പോൾ കണ്ണുകൾ അനുരാഗ കഥകൾ പറയുന്നു. യാദവാ നീ വാരിപ്പുണരുമ്പോൾ പുതിയ വികാരങ്ങൾ തളിരണിയുന്നല്ലോ. പ്രണയം കതിർ ചൂടും യമുനാ നദിയോരം, ഉലകം പൂത്തുലയും മനമോ വൃന്ദാവനം. ലാളനമേകിയ തീരങ്ങളെ നിങ്ങൾ തേടുന്നു. പിന്നലികൾ തന്ന സുന്ദര സ്വപ്നങ്ങളിൽ കണ്ണന്റെ കാൽച്ചിലമ്പിൻ മണിനാദം. പാടൂ നീ പ്രതിഭാവതാളലയ രാഗഹൃദയ മധുസംഗീതം. പകരൂ നീ സൗഭാഗ്യം. മുരളീഗാനമായി ഞാൻ ഒഴുകി വരാം. പ്രണയം കതിർ ചൂടും യമുനാ നദിയോരം, ഉലകം പൂത്തുലയും മനമോ വൃന്ദാവനം. ഹിമഗണമണിയും തരുലത ഇളകി സരിഗമ സ്വരസുധ ഉണരുകയായി. മഴമുക്കിൽ വർണ്ണ നിൻവിരി മാറിലെ മരതക മണിമാല അല്ലോ ഞാൻ. നീ ഋതുകന്യയാടു മഴകാർന്ന മദന സുഖ സല്ലാപം. അറിയൂ നീ
കതിർച്ചൂടും യമുനാ നദിയോരം ഉലകം പൂത്തുലയും മനമോഹന്താവനം പ്രണയം കതിർച്ചൂടും യമുനാ നദിയോരം ഉലകം പൂത്തുലയും മനമോ വൃന്ദാവനം. രാധികേ നീ ചാരയണയുമ്പോൾ കണ്ണുകൾ അനുരാഗ കഥകൾ പറയുന്നു. യാദവാ നീ വാരിപ്പുണരുമ്പോൾ പുതിയ വികാരങ്ങൾ തളിരണിയുന്നല്ലോ. പ്രണയം കതിർച്ചൂടും യമുനാ നദിയോരം ഉലകം പൂത്തുലയും മനമോ വൃന്ദാവനം. ഈ ലോകത്ത് എന്നെപ്പോലെ ഭാഗ്യവതിയായ ഒരു പെണ്ണും ഉണ്ടാവില്ല. ഞാൻ, ഋഷി, ട്രീസ, ഷേർലി, ഞങ്ങളുടെ മകൻ ശ്രീകുട്ടൻ. എന്ത് സന്തോഷായിരുന്നു അന്നൊക്കെ. തത്തൈതാഹ ദിത്തൈതാഹ തത്തൈതാഹ ദിത്തൈതാഹ തത്തൈതാഹ ദിത്തൈതാഹ തത്തൈതാഹ 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 ദിത്തൈതാഹ തത്തൈ ദിത്തൈ തത്തൈ ദിത്തൈ. ആനി, 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 ഷേർലി, കിടന്ന് കൂവാതെ ഇതാ വരുന്നു. നീ ഇത് എവിടെയായിരുന്നു? ഞാൻ അടുക്കളയിലായിരുന്നു. ഷേർലി എവിടെ? അവൾ അപ്പുറത്തെങ്ങാനുണ്ട്. ഇത് ഷേർലി കൊടുത്തേക്ക്. എന്തത്? ഒരു സമ്മാനം. ഇന്നലെ നൃത്തത്തിന് 1ാം സ്ഥാനം കിട്ടിയതല്ലേ, അതിന് എന്റെ വക ഒരു പാരിതോഷികം. അവളെവിടെ? ഷേർലി, ഷേർലി ദേ ഏട്ടൻ വിളിക്കുന്നു. ഷേർലി, ഋഷിന് കൊടുത്തേക്ക്. 2 കൈ നീട്ടി. വാങ്ങിച്ചോടി. കൺഗ്രാറ്റ്സ്. എന്താ ഇത്? ഒന്ന് നോക്ക്. ഇതിലും വലിയ സമ്മാനങ്ങളുണ്ട്. ദേ, പഠിച്ച് മിടുക്കിയാവണം, നാടറിയുന്ന നർത്തകിയാവണം. അന്ന് നിന്നെ പൊന്നുകൊണ്ട് ചേട്ടൻ തുലാഭാരം നടത്തും. ഏട്ടനോട് എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത ഞങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഏട്ടനെ. എന്താ അയ്യേ, ഷെർലിക്കുട്ടി കരയേ. ഋഷി ഞങ്ങളുടെ കുടുംബത്തിലെ രക്ഷകനായിരുന്നു. രക്ഷകനെന്നല്ല, കാണപ്പെട്ട ദൈവം എന്നാ പറയേണ്ടത്. ട്രീസ, ആരാ അവൻ? അത് പറയേ, എന്തിനാ പേടിക്കുന്നത്? സുധീഷ് എന്ന പേര്. എന്നെ സ്നേഹിക്കുന്നു. ഞാനും. എന്താ ഇത്? നിന്നെ അവൻ വിവാഹം കഴിക്കോ? എന്താ ജോലി? നാഷണൽ ബാങ്കിൽ കാഷ്യറാ. സൗകര്യം പോലെ എന്നെ ഒന്ന് കാണാൻ പറ. നീ വിഷമിക്കണ്ട. അവൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തരും. എന്താ ഋഷീദ്? ആരാ എന്താണെന്നൊന്നും അറിയാതെ ഒരാളുമായിട്ട്? ആനി, ആരാ എന്താന്നൊക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ തമ്മിൽ സ്നേഹിച്ചത്?
ദേ, ഇവൾ എന്റെ അനിയത്തിയാ. ഇവൾക്കൊരിക്കലും തെറ്റ് പറ്റില്ല. നല്ല ഏട്ടൻ. അതെ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറയുന്നത് എന്താ മാറി നിൽക്കും അങ്ങോട്ട്. ശോ. ഈ സന്തോഷങ്ങൾക്കിടയിലും നിങ്ങളുടെ വീട്ടിലറിയിക്കാത്ത ഞങ്ങളുടെ ജീവിതം മനസ്സിലെപ്പോഴും ദഹിക്കാത്ത ഭക്ഷണം പോലെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഋഷി ഞങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ലേ? ഇല്ല, ചോദിച്ചാൽ ഒഴിഞ്ഞു മാറും. ശ്രീകുട്ടൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ അമ്മയും ചേച്ചിയും കാണാൻ ഒത്തിരി ആഗ്രഹിച്ചതാ. പക്ഷേ അക്കാര്യം പറയുമ്പോഴെല്ലാം ഋഷി മറ്റൊരാളായിരുന്നു. എനിക്കൊട്ടും പരിചയമില്ലാത്ത മറ്റൊരാൾ. പലകുറി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു അനാഥനായിട്ട് മാത്രം കണ്ടാൽ മതിയെന്ന്. എനിക്ക് വേണ്ടാത്ത അമ്മയും പെങ്ങളും പിന്നെ നിനക്ക് എന്തിനടി? നമ്മുടെ മോനെ കാണാൻ അമ്മയ്ക്ക് കൊതിയുണ്ടാവില്ലേ? നീ ഉണ്ടോന്ന് തന്നെ അറിയില്ല, പിന്നെയല്ലേ നമ്മുടെ മോൻ. അവരെന്തെങ്കിലും അറിഞ്ഞാലോ? അല്ല, എന്നായാലും അറിയണ്ടേ? എന്തിന്? അവരുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല അല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പൊ എന്താ എന്റെ സ്ഥാനം? ഭാര്യയോ അത് വെപ്പാട്ടിയോ? സ്വയം വിലയിരുത്തുമ്പോ നിനക്കെന്ത് തോന്നുന്നു? ഋഷി, ഇനി നീ സംസാരിക്കണം. ശിവരാമനോട് ഒരു മയത്തിൽ ഇടപെടുന്നതായിരിക്കും നല്ലത്. കലിംഗ യുദ്ധം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കലിംഗ യുദ്ധത്തെക്കുറിച്ചാണ് കേട്ടോ. എന്താണ് കലിംഗ യുദ്ധം? കലിംഗ യുദ്ധം നടക്കുന്നത് 261 BC-യിലാണ്. എപ്പോഴാണ്? 261 BC-യിലാണ്. കലിംഗ യുദ്ധവും അശോക ചക്രവർത്തിയും തമ്മിൽ ഒരു വലിയ ബന്ധം തന്നെയുണ്ട്. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു വലിയ സംഭവമാണ് കലിംഗ യുദ്ധം. അറിയാമോ ആർക്കെങ്കിലും? അറിയില്ല? ആർക്കും അറിയില്ല. ഈ കലിംഗ യുദ്ധം തീരുന്നതോടുകൂടിയാണ് അശോക ചക്രവർത്തിക്ക് യുദ്ധത്തോടുള്ള വിരക്തി ഉണ്ടാവുന്നത്. ഓക്കെ, എപ്പോഴായിരുന്നു അത്? 261 BC. അപ്പോ കലിംഗ യുദ്ധം നടക്കുന്നത് 261 BC. അശോകൻ ഏത് സാമ്രാജ്യക്കാരനായിരുന്നു? മൗര്യ സാമ്രാജ്യം. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഗോപാലകൃഷ്ണ, സ്റ്റാൻഡ് അപ്പ്. എന്താ ഗോപാലകൃഷ്ണ ഇത്? തലേ പേനുണ്ടോ? ഇല്ല സാർ. പിന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? അറിയാം സാർ. എന്തറിയാന്ന്? സാറ് പറഞ്ഞിട്ടുണ്ട്, എന്റെ പേര് പോലെ തന്നെ ഞാൻ കാലി മേയ്ക്കാൻ വേണ്ടി വരുമെന്ന്. ഇത്രയും നല്ലൊരു അധ്യാപകനെ ഞാൻ എന്റെ ട്യൂട്ടോറിയൽ ജീവിതത്തിനിടയിൽ കണ്ടിട്ടില്ല. വിദ്യാർത്ഥികൾക്കും മറ്റ് അധ്യാപകർക്കും മാതൃകയായിരുന്നു ഋഷി. ഞങ്ങളിവിടെ വരുന്നുണ്ടെന്ന് ശിവരാമനെ അറിയിച്ച ശേഷം MP-യുടെയും MLA-യുടെ ഒക്കെ ഫോൺ കോൾസ്. ശിവരാമന് മോളിലൊക്കെ നല്ല പിടിപാടാണല്ലേ? അങ്ങനെയൊന്നുമല്ല, 1-2 വട്ടം പോലീസുകാർ വന്ന് അന്വേഷിച്ചിട്ട് പോയതാ. നിങ്ങളുടെ നിരന്തരമായ അന്വേഷണം എന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൽപ്പേരിനെ ബാധിക്കരുതല്ലോ. എന്ത് ചെയ്യാൻ ശിവരാമ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ശിവരാമൻ, സ്ത്രീകളോട്, വിശേഷ പെൺകുട്ടികളോട് ഋഷിയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? സ്ത്രീകളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു ഋഷി. ഒരിക്കലൊരു സംഭവം ഉണ്ടായി. ഞാൻ നിങ്ങളോടൊക്കെ പെരുമാറുന്നത് ഈ ട്യൂട്ടോറിയലിന്റെ മുതലാളി എന്ന നിലയിലല്ല, നിങ്ങളുടെയൊക്കെ സുഹൃത്ത് എന്ന നിലയിലാണ്. ഈ സ്ഥാപനം എന്റെ വകയല്ല, ഞാൻ പണം മുടക്കിയെന്നേ ഉള്ളൂ. ഇത് നിങ്ങളുടെ അല്ല, നമ്മുടെ എല്ലാവരുടെയും അന്നമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആരും നമ്മുടെ സ്ഥാപനത്തെ പറ്റിയോ ഇവിടുത്തെ അധ്യാപകരെ പറ്റിയോ മോശം പരാമർശം നടത്തിയിട്ടേയില്ല. സാർ ഇങ്ങനെ കാടടച്ച് വെടിവെക്കാതെ കാര്യം തുറന്നു പറയും.
പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഗണേഷ് തന്നെ പറയൂ. നമ്മുടെ സ്ഥാപനത്തിലെ പുരുഷന്മാരായ 2 അധ്യാപകർ ഇവിടത്തെ വിദ്യാർത്ഥിനികളോട് ഇൻഡിസെന്റ് ആയിട്ടാണ് പെരുമാറുന്നതെന്ന് പരാതി ലഭിച്ചിട്ടുണ്ട്. അത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മൊത്തം നാറും. അതിനിപ്പോ എന്തുണ്ടായെന്നാ അറിയില്ലേ ജീവൻ സാറിനും സാജൻ സാറിനും? പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾ ഞങ്ങളോട് ഫ്രീ ആയി പെരുമാറിയെന്ന് മാത്രം. അത്രയുള്ളൂ? ജീവൻ സാറ് ക്ലാസ് എടുക്കുമ്പോൾ പേനയിൽ മഷി നിറയ്ക്കാനെന്നും പറഞ്ഞ് ഒരു പെൺകുട്ടി ഓഫീസ് റൂമിലേക്ക് ഒരു പോക്ക്. അന്നേരം സാജൻ സാർ മാത്രം അവിടെ. സാജൻ സാർ ക്ലാസ് എടുക്കുമ്പോ പേരയിൽ മഷി നിറയ്ക്കാനെന്ന് പറഞ്ഞ് മറ്റൊരു പെൺകുട്ടി സ്റ്റാഫ് റൂമിലേക്ക് ഒരു പോക്ക്. അപ്പോൾ അവിടെ ജീവൻ സാർ മാത്രം. പരോപകാര സഹകരണം തുടങ്ങിയിട്ട് എത്ര നാളായി? സാറൊരുമാതിരി അനാവശ്യം പറയരുത്. അപ്പൊ നിങ്ങൾക്ക് കാണിക്കാം. SSLCക്കും +1 പഠിക്കുന്ന പെൺകുട്ടികൾ വിവേകമതികളല്ല. അവരെ നേർവഴിക്ക് നയിക്കേണ്ടത് നമ്മളാണ്. അമ്മിണ്ടായിരിക്കുന്നത് നിങ്ങളെല്ലാരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. പറയൂ ഋഷി, എന്താ ചെയ്യേണ്ടത്? സാജൻ സാറും ജീവൻ സാറും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇനി അത്തരം എന്തെങ്കിലും ആരോപണം ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ അവരെ ഒഴിവാക്കണം. ആ, എന്തു പറയുന്നു സാജനും ജീവനും? സാറേ, ഞങ്ങളും ചോറ് തന്നെ കഴിക്കുന്നത്. ഇവിടെ പഠിക്കാൻ വന്ന പെൺകുട്ടികളൊക്കെ ബുദ്ധി ശരീരമൊക്കെ വളർന്നവരാ. ജീവിക്കാൻ വേറെ മാർഗമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ ഈ പണിക്ക് വരുന്നത്. പിന്നെ എന്ത് ഉദ്ദേശത്തോടാണാവോ മക്കൾ ഇങ്ങോട്ട് വരുന്നത്? വലിയ ചിലവില്ലാതെ അല്ലറ ചില്ലറ കാര്യങ്ങൾ സുരക്ഷിതമായി നടന്നു പോകുന്നു കരുതിയിട്ട് തന്നെയാ. സാറേ, സ്ത്രീകൾ വെറും ഉപകരണങ്ങൾ മാത്രമല്ല, അമ്മയും മകളും സഹോദരിയും ഒക്കെയാണ്. ആ ബഹുമാനം, ആദരവ്, സ്നേഹം ഇതൊക്കെ നമ്മൾ അവർക്ക് നൽകണം. ഓ, അമ്മയും പെങ്ങളെ തിരിച്ചറിയുന്ന ഒരുത്തൻ കാണുന്നുണ്ട് ഞങ്ങള്. താൻ എന്താ ഈ ഇരിക്കുന്ന പരമയോഗ്യൻ ആനയോട് നിർത്താത്ത കുശലം പറച്ചിൽ, റോസ്മേരിയുടെ ഒടുക്കത്തെ കിന്നാരം ആരും കാണുന്നില്ലെന്നാ? വെറുതെ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയരുത്. ഇല്ലാത്ത കാര്യമോ? ഇയാൾ അല്പം രഹസ്യമായി കട്ടുനിന്നു, ഞങ്ങൾ പരസ്യമായി. അത്രേ ഉള്ളൂ വ്യത്യാസം. മോശം. നിങ്ങളൊക്കെ അധ്യാപകരാതെ ചന്തപ്പിള്ളേര് ഇവിടെ പഠിപ്പിക്കണ്ട. ഓഹോ, അങ്ങനെയോ? ഇപ്പോ ഈ നിമിഷം രണ്ടുപേരും പുറത്തിറങ്ങണം. കാശ് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ഓഫീസിൽ വാങ്ങിക്കൊള്ളണം. വാസാജ കാണിച്ചു കൊടുക്കാവനെ. സോറി സർ, ഞാൻ കാരണം. സാരല്ല ഋഷി, എനിക്കിപ്പോ തോന്നുന്നു രണ്ടുപേർക്കും തല്ല ആവശ്യമായിരുന്നുവെന്ന്. ഈ ഋഷിയുടെ വീട് എവിടെയാ? ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്ന നേരെ മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ഒരു ട്രാൻസ്ഫോർമർ. ആ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ടൊരു ഫർലോങ് നടക്കണം. ആരാ? എവിടെന്നാ? ഞങ്ങൾ ടൗണിൽ നിന്നാ. ഞങ്ങൾ നടത്തുന്ന ട്യൂട്ടോറിയം ഉണ്ടേ, അവിടെ പഠിപ്പിക്കാൻ ഋഷിയെ വിളിക്കാൻ വേണ്ടി വന്നതാ. എന്താ പേര്? മഹി. ഋഷി വീട്ടിലുണ്ടാവും തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഇന്നേരം ഇവിടെ കണ്ടേനെ. വീട്ടിലുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ അവിടെ വിവരം പറഞ്ഞിട്ട് പോവാം. അതെ. ആട്ടെ, ഈ ഋഷിയുമായിട്ട് എങ്ങനെയാ? കൊള്ളാം, ഞങ്ങളിവിടെ എല്ലാം ക്ലോസ് ഫ്രണ്ട് അല്ലേ? വീടൊന്ന് കാണിച്ചു തരുമോ? തിരി വരുമ്പോ ഡ്രോപ്പ് ചെയ്യാം. വാടാ രവി, നിങ്ങളും വാ. വേണ്ട വേണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. ആ, മഹി, ഞങ്ങൾ ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ ഋഷിയെ ക്ഷണിക്കാൻ വന്നവരല്ല. പിന്നെ ഒരു കല്യാണാലോചന. ദേ, ഈ നിൽക്കുന്ന എന്റെ അളിയന്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാ. കല്യാണോ? ആർക്ക്? ഋഷിക്ക് തന്നെ, അല്ലാതെ ആർക്കാ? അവനെ കുറിച്ച് ചില വിവരങ്ങൾ അറിയണം. അവിടെ വെച്ച് സംസാരിച്ചാൽ എല്ലാവരും അറിയും. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഞങ്ങൾ എന്ത് പറയാനാ? ചോദിക്കുന്നതിന് മറുപടി. പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തതിന് ശേഷം ചെറുക്കൻ കുഴപ്പക്കാരനാണെന്ന് അറിഞ്ഞ വല്ല ഫലമുണ്ടോ? ആ, അത് നേരാ. ഈ ഋഷി ആളെങ്ങനെയാ? കാണാൻ സുന്ദരനാ സാറേ. 2 MA ബിരുദം, ഇംഗ്ലീഷിലും ഹിസ്റ്ററിയിലും. പിള്ളേരെ പഠിപ്പിക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾക്കും അറിയാം. പിന്നെ അയാളുടെ സ്വഭാവം, നിങ്ങൾ നാട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെയുള്ള പെരുമാറ്റം. ഞങ്ങളുടെ കൂട്ടുകാരനായോണ്ട് പറയുന്നതല്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവം. എന്ന് വെച്ചാൽ ദുശീലങ്ങളൊന്നുമില്ലെന്ന് അർത്ഥം. ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുമ്പോ തല്ലുണ്ടാക്കാറുണ്ടല്ലേ? അതാര് പറഞ്ഞു? പറഞ്ഞതാരും ആകട്ടെ, സത്യമാണോ? ഇല്ല സാറേ, ഞങ്ങളെ പറ്റിയാ പറഞ്ഞതെങ്കിൽ സമ്മതിച്ചു തരാം. പക്ഷെ ഋഷി ഒരു തുള്ളി സാധനം കഴിക്കില്ല. കഴിക്കില്ല? ഇല്ല, കഴിക്കുന്ന കമ്പനിയിൽ കൂടെ ഇരിക്കും. നല്ലോണം ഫുഡ് അടിക്കും. പുള്ളി മറ്റേ വിഷയത്തിൽ എങ്ങനെയാ? ഏത്? ഈ സ്ത്രീ വിഷയത്തിലെ ഉള്ളത് പറയാലോ സാറേ, മൊണ്ണയാ. എന്ന് വെച്ചാ ഞങ്ങളൊക്കെ ആണേൽ അത്യാവശ്യം സ്ത്രീകളെ കണ്ടാ ഒന്ന് നോക്കും. ഇവനാണെങ്കിലോ താല്പര്യമില്ലെന്നേ. അപ്പൊ ക്ലീൻ ഇമേജ് ആണ് പുള്ളിക്ക്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞത് പുള്ളിക്കാരൻ ഇവിടെ അടുത്ത ഏതോ ഒരു ഗൾഫുകാരന്റെ ഭാര്യയുമായിട്ട് ഇത്തിരി ചുറ്റിക്കളി. സാറേ, സാറിന്റെ പെങ്ങളുമായുള്ള കല്യാണം മുടക്കാൻ ആരോ ഗുണ്ടടിച്ചതാ. ഈ ഋഷിയെ പറ്റി കൂടുതൽ അറിയാൻ എന്താ മാർഗം? സാറേ, ഈ ഋഷിയുടെ ചേച്ചി പോലീസ് കോൺസ്റ്റബിളാ, ടൗൺ സ്റ്റേഷനിലാ. സാറൊന്ന് അന്വേഷിച്ച് നോക്കിയേ.
ഇത്രയും നല്ലൊരു കുടുംബം, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ വേറെ ഇല്ല. ആരോട് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. അതിന് പറ്റിയ ഒരാളുണ്ട്. അതാരാ? നമ്മുടെ കുറുപ്പേട്ടൻ. സത്യം പറയാലോ, എനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ ഋഷിക്ക് തന്നെ കൊടുക്കുമായിരുന്നു. എന്താ കാര്യം? എന്താ കാര്യം? ഇങ്ങനെ എല്ലാം തികഞ്ഞ ആണൊരുത്തൻ ഈ നാട്ടിൽ വേറെ ഇല്ല. ഓഹോ, അത് ശരി. ചില പൂക്കളുടെ കാര്യം പറയും പോലെ ഈ ആമ്പിള്ളേരുടെ കാര്യം. നിറമുണ്ടോ ഗുണം കാണില്ല, ഗുണമുണ്ടോ മണം കാണില്ല, മണവും ഗുണവുമുണ്ടോ നിറം കാണില്ല. എല്ലാം ഒത്തുവരുന്നത് അപൂർവമായിട്ടാ. ഓഹോ, അത് ശരി. അല്ലേലും 10 ഗുണം 10 ഗുണമെന്ന. അവൻ ആരുടെയാ മോൻ? എന്റെ കളിക്കൂട്ടുകാരൻ രാമഭദ്രന്റെ മോനാ. ഈ ഋഷി ഇപ്പൊ എവിടെയുണ്ട്? ടൗണിൽ 4-5 പഠിപ്പിക്കുന്നുണ്ട്. വലിയ വാദ്യന്മാര് തോറ്റു പോകുന്നിടത്താ നമ്മുടെ കൊച്ചൻ ഒരു അധ്യാപകനായി വിലസുന്നത്. അതെ കാരണവരെ. ഞാൻ കാരണവരല്ല, കുറുപ്പ, ഈ വാർഡിലെ സ്ഥിരം മെമ്പറാ. ഈ ഋഷിയെ കണ്ടിട്ട് ഇപ്പൊ എത്ര കാലമായി കാണും? ടൗണിൽ പോയ ശേഷം മാസത്തിൽ 1 കിലോമീറ്റർ കാണാറുള്ളൂ. അല്ല, ഇപ്പൊ 2-3 മാസമായി കാണുമല്ലോ കണ്ടിട്ട്. നിങ്ങളോ? ഞങ്ങളും 2-3 മാസമാകുന്നു. ഇനി കാര്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞേക്കാം. ഞങ്ങൾ പോലീസുകാരാ. പോലീസുകാരോ? അതെ, ക്രൈംബ്രാഞ്ചിൽ നിന്നാ. ഋഷിയെ കാണാനില്ലെന്നൊരു പരാതി ഞങ്ങൾക്ക് കിട്ടി. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. പരാതിയോ? അതെ. ആരാ പരാതിപ്പെട്ടത്? ഋഷിയുടെ പെങ്ങളാ കൗസല്യ. സാറേ, ഞങ്ങൾ ആരും അറിഞ്ഞില്ല അവനെ കാണാതായ വിവരം. ഋഷിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല? ഇല്ല. നിങ്ങൾക്കോ? ഇല്ല സാർ. നാളെ മാറ്റി പറയരുത്. മിസ്റ്റർ കുറുപ്പ്, ഇതിലെന്റെ നമ്പറുണ്ട്. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ വിളിച്ചറിയിക്കണം. എവിടെയാണ് അവരുടെ സ്വദേശം? കൊച്ചിയിലാ. ഇവിടെ വരാറുണ്ടോ സ്ഥിരമായിട്ട്? വല്ലപ്പോഴൊക്കെ. നിങ്ങളാണോ കണക്കൊക്കെ നോക്കുന്നത്? അതെ. നിന്റെ വേദന എനിക്ക് മനസ്സിലാവും വിജയ. അവരൊക്കെ വലിയ ആൾക്കാരാ. നമ്മൾ വിചാരിച്ചാൽ അവരൊന്നും ചെയ്യാൻ പറ്റില്ല. പാവം, എന്ത് ചെയ്യാം? വിജയ, ജ്വാലി ഒന്ന് കാണാമെന്നാ. വരൂ സാർ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കൂ സാർ. താങ്ക്സ്. എന്താണ് സാർ? പ്രത്യേകിച്ചൊന്നുമില്ല. ചേതനയുടെ മുറി ഒന്നുകൂടെ പരിശോധിക്കണമായിരുന്നു. 2 ദിവസം മുമ്പ് ആ ഹമീദ് സാർ വന്ന് കുറെ തെരഞ്ഞു. എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. മൈ ഗോഡ്, നശിപ്പിച്ചു. എന്താ സാർ, എന്തെങ്കിലും കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ചേതനയെ കണ്ടെത്താനുള്ള എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ അത് എന്റെ കയ്യിലായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. കേസ് അന്വേഷണം സാറിൽ നിന്ന് മാറ്റിയെന്നല്ലേ പറഞ്ഞത്? അതെ, ബട്ട് പേഴ്സണലായി എനിക്ക് ജ്വാലയെ സഹായിക്കാൻ സാധിക്കുമായിരുന്നു. അതല്ല വിഷയം. എന്തോ പ്രശ്നമുണ്ട്. സാർ എന്നോട് പറയൂ. സാധാരണ ഒരു പോലീസ് ഓഫീസർ സഹപ്രവർത്തകനെ പറ്റി പബ്ലിക്കിനോട് ഇങ്ങനെ പറയാൻ പാടില്ലാത്ത, പക്ഷേ ജ്വാലയോടത് പറയാതെ വയ്യല്ലോ. എന്തായാലും പറയണം സാർ. ഞാൻ ഈ പറയുന്ന വിവരം ഒരു കാരണവശാലും ജ്വാലയുടെ കയ്യിൽ നിന്ന് പുറത്തു പോരുത്. എനിക്ക് ഹമീദിന് അത്ര വിശ്വാസം പോരാ. എന്താ സാർ, എന്തുണ്ടായി? ഡിപ്പാർട്ട്മെന്റിന് പുറത്ത് അയാൾക്ക് ചില ഇല്ലീഗൽ അഫയേഴ്സ്, അണ്ടർവേൾഡ് കണക്ഷൻസ്, ഒരുപക്ഷെ ചേതനയുടെ മിസ്സിംഗിന് ഇടയാക്കിയതുമായി ആ ഹമീദിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ഐ വിൽ മാനേജ് ഇറ്റ്. എനിവേ, എന്താവശ്യമുണ്ടെങ്കിലും ജ്വാല വിളിച്ചോളൂ. പിന്നെ ആ ഹമീദിനോട് അകലം പാലിക്കുന്നത് നല്ലതാ. ശരി,
ഞാൻ വരട്ടെ. Sir, catch him. Pick it up. Let me get. Pick it up. Pick it up. Pick it up. വിടരുത് അവനെ, പിടിയ. എന്റെ പള്ളിക്കല പോ. സർ, അവനെ ഇങ്ങ് ഇറക്കി വിട്ടേരെ സാറേ. എന്തിന്? എന്താ സാറേ ഇത് വെള്ളരിക്കപ്പെട്ടണോ? പട്ടാപ്പകൽ ഒരു പാവത്തിന് പിടിച്ചോണ്ട് പോവാൻ. ഞാനാരാ? ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാ ചെയ്യുന്നത്. ഓ പിന്നെ ഡ്യൂട്ടി. രാമ, എന്തൊക്കെയുണ്ട് വിശേഷം? രാമൻ എന്താ ജോലി? സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാ അതോ മാരേജ് ബ്രോക്കറോ? രാമന്റെ ഡയറിന്ന് എനിക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടി. 10-15 പെമ്പിള്ളേരുടെ ഫോട്ടോയും കിട്ടി. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ രാമന് കൊള്ളാം. CI ഹമീദ് ചില രേഖകൾ പരിശോധിക്കുക. അതിന്റെ റിസൾട്ട് വരെ മുമ്പ് രാമൻ വാ തുറന്ന രാമന് കൊള്ളാം.
ശങ്കർ. യെസ് സർ. ഇവനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് താനെന്ന് നോക്ക്. താനാണല്ലോ ഡിപ്പാർട്ട്മെന്റിലെ ഒരേ ഒരു ഗാന്ധി പോലീസ്. തന്റെ മുറ ഫലിച്ചില്ലെങ്കിൽ ഹമീദിന്റെ പീഡനം തന്നെ ശരണം. എന്താ രാമന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഞാൻ ആരാണെന്ന് നിനക്ക് നല്ലോണം അറിയാലോ. മര്യാദയ്ക്ക് സംസാരിച്ചോളണം. ഗാന്ധി പോലീസ്? അതേടാ, ഡിപ്പാർട്ട്മെന്റ് കണ്ണിൽ ഞാൻ ഗാന്ധി പോലീസാ. പക്ഷെ ഞാൻ ആരാണെന്ന് ശരിക്കും അറിയുന്നത് നീയാ. ശരിയാ, 8 വർഷമായിട്ട് അറിയാം. എന്തെങ്കിലും ഒരു സംഗതി നിന്റെ നാവിന്ന് പുറത്തു വന്നാ പിന്നെ നിന്റെ ശവമായി കൊടുന്ന് പുറത്തു പോവുക. പേടിപ്പിക്കാതെ സാറേ. എന്തെങ്കിലും പറഞ്ഞില്ലേ ആ CA ACP കൂടെ എന്നെ ശവമാക്കും. ഇനി പറഞ്ഞോ പറയാതെയോ പുറത്തു വന്നാൽ നിങ്ങളോ നമ്മളെ ആൾക്കാരോ എന്നെ കൊല്ലും. ആ വിജയഭാസ്കറെ കൊന്ന മാതിരി ഞാനേ എല്ലാം ACPയോട് പറയാൻ പോവുക. തന്നോട് പറഞ്ഞിട്ട് വേണമെന്ന് കരുതി. അതാ ഇത്ര നേരം മിണ്ടാതിരുന്നത്. എല്ലാം നീ പറയും അല്ലടാ. നിർത്ത. അവനെ കൊല്ലരുത്. അവൻ മാപ്പസാക്ഷിയാ. സർ, ഇവൻ ഞങ്ങളൊക്കെ വെറും ഉണ്ണാക്കന്മാരാണെന്ന് കരുതിയിടോ. തൊട്ടടുത്ത മുറിയിൽ CCTV വഴി ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു ഗാന്ധി പോലീസിന്റെ പെർഫോമൻസ്. നൗ യു ആർ അണ്ടർ മൈ കസ്റ്റഡി. ഇനി രാമൻ പറഞ്ഞോളൂ, ആരെയും ഭയപ്പെടണ്ട. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാ സാറേ ഞാൻ. കുട്ടിക്കാലത്തെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഞാനും എൻ്റെ അനുജത്തിയും ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് വളർന്നതും പഠിച്ചതും. പറഞ്ഞോളൂ. ഞാൻ ജീവിച്ചത് തന്നെ എൻ്റെ അനുജത്തിക്ക് വേണ്ടിയായിരുന്നു. കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴായിരുന്നു ഒരു നാൾ അനിതയെ കാണാതാവുന്നത്. ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. ഇയാൾക്കായിരുന്നു സാറേ അന്വേഷണ ചുമതല. ഒരു പ്രയോജനവും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ തന്നെ അന്വേഷിക്കാൻ ഇറങ്ങി. അനിതയുടെ തിരോധാനത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ ഒടുവിൽ ഞാൻ കണ്ടെത്തി. ആരാണവർ? മന്ത്രിപുത്രന്മാർ മുതൽ ഉദ്യോഗസ്ഥ പ്രമുഖർ വരെ. പണം കൊണ്ട് എന്തും വിലയ്ക്ക് വാങ്ങാൻ കെൽപ്പുള്ള അവർക്കൊപ്പം നമ്മൾ ആരാധിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രീയവും അധോലോകവും കൈകോർക്കുന്ന സമാന്തര ഭരണകൂടം. രാമൻ, ധൈര്യമായി പറയൂ, ആരാണവർ? എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അർഹിക്കുന്ന ശിക്ഷയും വാങ്ങിക്കൊടുക്കും. ഞൊട്ടും. അവരുടെയൊക്കെ ഒരു രോമത്തിൽ തൊട്ടാൽ പിന്നെ നിങ്ങളൊന്നും ഈ പൂമുഖത്തുണ്ടാവില്ല. രാമൻ, അമ്മയുടെ മുലപ്പാല് കുടിച്ചു വളർന്ന ചിലരെങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അത് മറക്കണ്ട. ഉണ്ട്. എന്റെ മുന്നിൽ ഇടനിലക്കാരനായി ആദ്യം വന്നത് ഇവനാണ്. ഒന്നുകിൽ തരുന്ന പണം വാങ്ങി ഇവർക്കൊപ്പം പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ജീവൻ വെടിയാൻ തയ്യാറാവുക. അപ്പോ അങ്ങനെയാണ് രാമൻ ഇവരോടൊപ്പം ചേർന്നത്? അതെ, ജീവനിൽ ഭയന്നല്ല, ഇവരോടൊപ്പം ചേർന്ന് ഇവരെ തകർക്കാമെന്ന് കരുതി. അതിന് നേരവും കാലവും കാത്തിരുന്നതാ. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ എന്നെ പിടികൂടി. ഋഷി നല്ലവനായിരുന്നു. പക്ഷേ പെട്ടെന്നുള്ള പണം ഉണ്ടാക്കാനുള്ള ഒരു ആസക്തി അവന്റെ ചോരയിലുണ്ടായിരുന്നു. നെയ്യനങ്ങാതെ പണം ഉണ്ടാക്കാനുള്ള മാർഗം തേടി നടക്കുകയായിരുന്നു അവൻ. സംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ അവനെ പോയി കണ്ടു. നീ പറയുന്നൊക്കെ അപ്പടി സമ്മതിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനേ നിന്നേക്കാൾ വിദ്യാഭ്യാസം ഉള്ളവനാ. ഒരു കാര്യം 100 വട്ടം ചിന്തിക്കുന്നവനാ. ചിന്തിച്ചോ, വേണ്ടെന്ന് ആര് പറഞ്ഞു? പക്ഷെ ഇതിപ്പോ 3ാമത്തെ തവണയാ ഈ ആവശ്യത്തിന് ഞാൻ നിന്റെ അടുത്ത് വരുന്നത്. നീ പറഞ്ഞ കാര്യമൊക്കെ കൊള്ളാം. ഇത് വർക്കൗട്ട് ആവോ? ആകും. പക്ഷെ ആദ്യം ഞാനാണ് കേമൻ, ഞാൻ മാത്രമാണ് കേമൻ എന്ന ധാരണ അങ്ങ് മാറ്റണം. എന്നിട്ട് എന്നെ പോലെ ഒരുത്തൻ പറയുന്നത് അക്ഷരം പ്രതി അങ്ങ് അനുസരിക്കണം. ആദ്യം അല്ലറ ചില്ലറ നഷ്ടമൊക്കെ വരും. അതെന്റെ കുഴപ്പം കൊണ്ടല്ല, പിന്നെ നിന്റെ ആത്മവിശ്വാസക്കുറവുകൊണ്ട്. ഈശ്വരൻ നിനക്ക് നല്ലൊരു ശരീരം തന്നിട്ടുണ്ട്. ഏതു പെണ്ണിനെയും വളച്ചെടുക്കാൻ പറ്റിയ വാക്സാമർത്ഥ്യവും. ശരി, ഞാൻ എന്താ ചെയ്യേണ്ടത്? 13 മുതൽ 20 വരെ പ്രായമുള്ള സുന്ദരികളായ പെൺകുട്ടികളെ ഓരോന്നിനെയായി പ്രേമിക്കുക. നീ വിളിച്ചാൽ എവിടേക്കും വരുന്ന സമയമാവുമ്പോ റാഞ്ചുക. തട്ടിക്കൊണ്ടു പോവാനോ? അയ്യോ, ആര് പറഞ്ഞു? എടാ, പ്രണയം തലയ്ക്ക് പിടിച്ചാൽ ആണിനും പെണ്ണിനും ഉടനെ വേണ്ട ഒരു ഔട്ടിങ്ങ. ബാംഗ്ലൂരോ കോയമ്പത്തൂരോ കൊടൈക്കനാലിലോ എവിടേക്കെങ്കിലും. നല്ല സുഖമുള്ള ഏർപ്പാടാണല്ലോ. ആണോ? അതാ ഞാൻ പറഞ്ഞത്. നിന്റെ കാര്യം കഴിഞ്ഞാൽ നീ സ്ഥലം വിട്ടോണം. ഒരു പെണ്ണിന് 1 ലക്ഷം രൂപ.
അതിൽ നിന്റെ കമ്മീഷൻ എത്രയാ? ആഹാ. എടാ, അവരെ കാണുമ്പോ ഞാൻ അതനുസരിച്ച് റേറ്റ് പറയാം. ഇതാ നിന്റെ ജാത്യാലുള്ള തെണ്ടിത്തരം. അപ്പൊ കാശിന്റെ കാര്യം പറയണ്ടല്ലേ? എടാ, നിന്റെ കാശ് നിനക്ക്, എന്റെ കാശ് എനിക്ക്. നീ പറയുന്ന പണി ചെയ്താ മതി. ഗുഡ് ഐഡിയ. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ പശുവിന്റെ കടിയും തീരും, കാക്കയുടെ വിശപ്പും മാറും. അതെങ്ങനെ? അയ്യടാ, അടിക്കും ഞാൻ. ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ഇവനെയൊക്കെ കൊണ്ടോരോ പണി ചെയ്യിക്കുന്ന പാട്. മാറി മാറി പല ട്യൂട്ടോറിയലിലും പഠിപ്പിക്കുന്ന ഋഷിക്ക് പെൺകുട്ടികളെ കണ്ടെത്തുക ബുദ്ധിമുട്ടായിരുന്നില്ല. സുന്ദരികളായ പെൺകുട്ടികൾ ഋഷിയുടെ അടുത്തേക്ക് ഓടി അടുക്കുകയായിരുന്നു. പലയിടങ്ങളിൽ നിന്നും നിരവധി പെൺകുട്ടികൾ സെക്സ് റാക്കറ്റിന്റെ കൈകളിലെത്തി. ഓരോ പെൺകുട്ടിയുടെ കണ്ണുനീർ വീഴുമ്പോഴും ഞങ്ങൾ ആഘോഷിച്ചു. കൃഷി നല്ല മൂഡിലാണല്ലോ. എന്റെ പള്ളിക്കലപ്പാ, ഇവൻ എന്നും വെള്ളിയാഴ്ചയാണ്. എന്താണ് തന്റെ ഭാര്യ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ? അവളൊരു ബന്ധു വീട്ടിൽ പോയിരിക്കും. എന്ത് വീട്? ബന്ധു വീട്. ബന്ധു റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയിരിക്കുക. അനുസരണമുള്ളവളാ ആനി. അത് ഉത്തമ ഭാര്യയുടെ ലക്ഷണമാ. മിടുക്കൻ. അല്ലേലും ആനി കൊച്ച് 10 മാറ്റ് ഗോൾഡാ, തനി തങ്കം. എന്തോ കള്ള് തലക്ക് പിടിച്ചോ? ഈ ശങ്കർ സാർ ആരാ പുള്ളി? ഇടയ്ക്കിടെ കുടക്, ബാംഗ്ലൂര്, ഊട്ടി, കൊടൈക്കനാലൊക്കെ ഒരു ഔട്ടിങ്. അത് പിന്നെ വേണ്ടേ? ഇടയ്ക്കൊക്കെ ഭാര്യയും പിള്ളേരെയും കൂട്ടി ഒരു വിനോദയാത്ര, അത് വേണ്ടതാ. വിനോദയാത്ര, അതും ഭാര്യയും കൂട്ടി, അതും ഈ ശങ്കർ സാറ്. താനൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? രാമ ഫിറ്റായോ? ആസാനെ, സത്യം ഉണ്ണാൻ പോണെടുത്ത് ആരെങ്കിലും പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോകുമോ? ഈ ഋഷി ഒരു വിളഞ്ഞ വിത്താ. ഈ പഹയൻ ഭാര്യയുടെ അനിയത്തെയും കൂട്ടി ബാംഗ്ലൂർ പോയി. ഭാര്യയുടെ സ്വന്തം അനിയത്തിയല്ലേ, ആ കൺസിഡറേഷനിൽ ഇവൻ തുടച്ചില്ല, ഞാനായിരിക്കും ഇനോഗ്രേഷൻ വിചാരിച്ചു. പക്ഷെ പഹയ പറ്റിച്ചു കളഞ്ഞു കേട്ടോ. ഞാൻ രണ്ടാമനായി പോയി. എന്നാലും സാരല്ല. എന്താ അവള് പേര്? ഋഷി ട്രീസ. ട്രീസ. ഭാര്യ ഉണ്ടായിരിക്കെ ഭാര്യയുടെ അനിയത്തി, ശരിയാണോ ഋഷി? ഇതൊക്കെ എന്നാ ശരികേട്? പവർ കട്ട് സ്ഥിരമായാലേ ജനറേറ്റർ വാങ്ങിച്ചല്ലേ പറ്റൂ. എന്താ രാമൊന്നും മിണ്ടാത്ത്? ഞാൻ എന്ത് മിണ്ടായി? 13 മുതൽ 20 വരെ പ്രായമുള്ള പച്ചക്കരിമ്പ് പോലത്തെ പെങ്കൊച്ചുങ്ങളെ കച്ചവടം ചെയ്യുന്ന കുറെ കോപ്പന്മാരോട് പിഴങ്ങില്ലടാ, നിന്നെ കൂടെ ചേർത്താ പറഞ്ഞത്. കുടിക്കണ്ട, ഇപ്പൊ തന്നെ ഓവറാ. എന്ത് ഓവറ്? ആദ്യത്തെ 2 കഴിക്കുന്ന പാടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഏത് കടലിൽ രാമൻ കുടിച്ചു പറ്റിക്കും. എന്റെ പള്ളിക്കല അപ്പാ സമാധാനം തരൂല്ല. അല്ല ഋഷി, ആ ട്രീസ് എവിടെയാ? ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഞാൻ അവളെ ഇവിടുന്ന് കൊണ്ടുപോകും. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞേ അവളെ നേരെ ഗൾഫിലേക്ക് പാക്ക് ചെയ്തു. എന്റെ പെങ്ങളെ ഗതി തന്നെ. അവനിപ്പോ യൂണിവേഴ്സൽ സ്റ്റാർ ആയിരിക്കും. സാക്ഷാൽ ഉലക നായകി. നീ ഫിറ്റാണ്, സൂക്ഷിക്കണം. ഞാൻ ഫിറ്റല്ലതാ, നോക്കിക്കോ. പള്ളിക്കലപ്പന്റെ മോളെ, പള്ളിക്കലപ്പന്റെ മോളെ, കൊച്ചരിക്കാളിത ഗതിമിതാര, ചില്ലറ മുടി വല്ലവൾ എന്നെ മുടിച്ചുത ഗതിമിതാര,
ചില്ലറ മുടിവല്ലവൾ എന്നെ മുടിച്ചുതകതിരിതാരാ തിന്താരെ തക തിന്തിമി താരെ തക ദിമി താരാ തകതിന്തോ തിന്താരെ തക തിന്തിമി താരെ തക ദിമി താരാ താദിനന്ദോം 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 തെയ്യക്കന്താരാ താദിനന്ദോം 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 തെയ്യക്കന്താരാ പള്ളിക്കലക്കാവും കുളവും തീണ്ടി മുടിച്ചേ തിന്തകത്താരാ പള്ളിക്കലക്കാവിൽ ഒരു മൂടു ചൂരലു വച്ചേ തിന്തകത്താരാ ആ ചൂരലു വെട്ടിപ്പറിച്ചവൾ കൊച്ചരിക്കാളി തകതിമിതാരാ പള്ളിക്കലക്കാവിൽ എനിക്കൊരു തീണ്ടലു തന്നെ തകതിമിതാരാ പള്ളിക്കലക്കാവും കുളവും തീണ്ടി മുടിച്ചേ തിന്തകത്താരാ പള്ളിക്കലക്കാവിൽ ഒരു മൂടു ചൂരലു വച്ചേ തകതിമിതാരാ ആ ചൂരലു വെട്ടിപ്പറിച്ചവൾ കൊച്ചരിക്കാളി തകതിമിതാരാ പള്ളിക്കലപ്പന്റെ മോളെ കൊച്ചരിക്കാളി തകതിമിതാരാ ചില്ലറ മുടിവല്ലവൾ എന്നെ മുടിച്ചുതകതിമിതാരാ ചില്ലറ മുടിവല്ലവൾ എന്നെ മുടിച്ചുതകതിമിതാരാ തിന്താരെ തക തിന്തിമി താരെ തക ദിമി താരാ തകതിന്തോ തിന്താരെ തക തിന്തിമി താരെ തക ദിമി താരാ താദിനന്ദോം 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 തെയ്യക്കന്താരാ താദിനന്ദോം 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 തെയ്യക്കന്താരാ ഏറെ ചെറുപ്പത്തിൽ എന്നെ കെട്ടിച്ചയച്ചില്ല തിന്തകത്താരാ ഏഴാങ്ങള മരയും കൊന്നു ഞാൻ ചാവെടുത്തിടുമേ തിന്തകത്താരാ പള്ളിക്കല്ലപ്പനെ കൊന്നു ഞാൻ ചാവെടുത്തിടുമേ തിന്തകത്താരാ പള്ളിക്കല്ലപ്പൻ എനിക്കൊരു തീണ്ടലു തന്നെ തകതിമിതാരാ ഏറെ ചെറുപ്പത്തിൽ എന്നെ കെട്ടിച്ചയച്ചില്ല തിന്തകത്താരാ ഏഴാങ്ങള മരയും കൊന്നു ഞാൻ ചാവെടുത്തിടുമേ തിന്തകത്താരാ പള്ളിക്കല്ലപ്പനെ കൊന്നു ഞാൻ ചാവെടുത്തിടുമേ തിന്തകത്താരാ പള്ളിക്കലപ്പന്റെ മോളെ കൊച്ചരിക്കാളി തകതിമിതാരാ ചില്ലറ മുടിവല്ലവൾ എന്നെ മുടിച്ചുതകതിമിതാരാ ചില്ലറ മുടിവല്ലവൾ എന്നെ മുടിച്ചുതകതിമിതാരാ തിന്താരെ തക തിന്തിമി താരെ തക ദിമി താരാ തകതിന്തോ തിന്താരെ തക തിന്തിമി താരെ തക ദിമി താരാ തിന്തോ തിന്താരെ തക തിന്തിമി താരെ തക ദിമി താരാ തകതിന്തോ തിന്താരെ തക തിന്തിമി താരെ തക ദിമി താരാ മിസ്റ്റർ ശങ്കർ, നിങ്ങളെപ്പോലൊരു സഹപ്രവർത്തകനെ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്യേണ്ടി വരിക ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കൊന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശങ്കർ? കൈൻഡ്ലി കോപ്പറേറ്റ് വിത്ത് us. ഈ റാക്കറ്റിന്റെ താഴെ തട്ടിലാണ് രാമൻ. 4 തട്ടും മുകളിൽ എന്റെ സ്ഥാനം. എനിക്ക് മുകളിൽ എത്രയോ തട്ടുകൾ. തലപ്പത്തുള്ള ആരെയും എനിക്കറിയില്ല. വേണ്ട, ശങ്കറിന് നേരെ മുകളിലുള്ളവരെ അറിയാമല്ലോ. അറിയാം. ആ പേരുകൾ നിങ്ങൾ അറിയുന്നത് വളരെ അപകടമുണ്ടാക്കും. തന്റെ 2 മൊബൈലും സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാ. അതിലേക്ക് വരുന്ന എല്ലാ കോളുകളും ട്രേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവൻ വെച്ചാ കളിക്കുന്നത്. അതെ, ഞങ്ങളെപ്പോലെ ചിലരെങ്കിലും വേണ്ട ഈ ലോകത്ത്. പറയൂ, ഋഷി എവിടെയാണ്? അറിയില്ല. പച്ചക്കള്ളമാണ് ശങ്കർ പറയുന്നത്. സത്യമായി ഞാൻ പറയുന്നത്. അവസാനമായി കണ്ടുപിരിയുമ്പോ ആനിയുടെ ഏറ്റവും ഇളയ പെങ്ങളുമായി കോയമ്പത്തൂർക്കോ ബാംഗ്ലൂർക്കോ പോകുന്ന പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ ദിവസം തന്നെ അവൻ ഷെർലിയെയും കൂട്ടി ഇവിടെ വിട്ടു. പക്ഷേ കോയമ്പത്തൂർ എത്തിയില്ല, ബാംഗ്ലൂർ എത്തിയില്ല.
Are you sure? യെസ്, ഐ ആം ടെല്ലിംഗ് ദ ട്രൂത്ത്. അന്വേഷിച്ചില്ലേ? കൊള്ളാം. പോലീസിനേക്കാൾ മികച്ച നെറ്റ്വർക്ക് ആ സംഘത്തിന്. ഇന്ത്യ മുഴുവൻ അവർ അരിച്ചുപരക്കി, ഒരു തുമ്പ് കിട്ടിയില്ല. അതോ രഹസ്യങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ നിങ്ങളുടെ സംഘം തന്നെ ഋഷിയെ വധിച്ചതാണോ? എങ്കിൽ തീർച്ചയായും ഞാൻ അറിയുമായിരുന്നു. ബാക്കി കാര്യങ്ങൾ കൂടി പറയൂ ശങ്കർ. ശങ്കർ, തെറ്റുതിരുത്താൻ ഇനിയും സമയമുണ്ട്. ഇനി എനിക്കൊന്നും പറയാനില്ല. തന്റെ നാവിൻ തമ്മിലുള്ള വിലപ്പെട്ട വിവരങ്ങൾ താൻ സ്വമേധയാ പറഞ്ഞില്ലെങ്കിൽ തന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. ശങ്കർ നന്നായിട്ടൊന്ന് ആലോചിക്കുക. വരട്ടെ. സാറിന്റെ വാക്ക് കേട്ട് ഞാൻ പലതിനും കൂട്ടുനിന്നു, പല നെറുകേടുകളും കാണിച്ചു. ഇപ്പോ അവര് പറയുന്നത് സാറിനെ കൊല്ലാനാണ്. പക്ഷേ ആരെയും കൊല്ലാനുള്ള മനക്കരുത്തൊന്നും എനിക്കില്ല സാർ. സാർ, ഇതാ എന്നെ വെടിവെച്ച് വന്നിട്ട് സാർ രക്ഷപ്പെട്ടോളൂ. സാർ, ഋഷിയെ നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടണം. അവൻ വിദഗ്ധമായി മുങ്ങിയതായിരിക്കും. ശങ്കർ പോയതോടെ റാക്കറ്റിന്റെ വലക്കണ്ണികൾ ജാഗരൂകരായിരിക്കും. ഇനി നമ്മുടെ രാമന്റെ പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ സാർ? നമ്മുടെ കൺമുമ്പിലാണ് ശങ്കർ മരിച്ചത്. ആത്മഹത്യയായാലും കൊലപാതകമായാലും അവിടെ മറ്റൊരാളിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സോ ബി കെയർഫുൾ. സാർ. ഷാർപ്പ് ടൈം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നലെ ഗൾഫിൽ നിന്നും ചേതന വിളിച്ചിരുന്നു. ഓ, ഗുഡ് ന്യൂസ്. അവൾ സാറിനൊരു മെയിൽ അയച്ചിരുന്നു. ഞാൻ അതിന്റെ പ്രിന്റ് ഔട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനാവില്ലേ സാർ? ആദ്യം ഋഷിയെ പിടികൂടണം. അതുവരെ ആരെയും ഒന്നും ചെയ്യാനാവില്ല. സോളിഡ് എവിഡൻസ് ഇല്ലാതെ VIP-കളെ പിടികൂടാൻ പോയാൽ അതവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയൊരുക്കലാവും. എന്ത് മികച്ച അഭിനയമാണെന്നോ ശങ്കർ സാർ കാഴ്ചവെച്ചത്. ജ്വാല സമാധാനമായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തു പറഞ്ഞാൽ ഞങ്ങൾ ആശ്വസിപ്പിക്കുക? എന്റെ സഹോദരിയുടെ ജീവിതം തകർത്തവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം സാർ. അതിന് എന്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായവും ഉണ്ടാവും. സാർ, എനിക്കൊരു ഐഡിയ. എന്താണ്? ജ്വാലയെ നമുക്ക് ഋഷിയുടെ വീട്ടിലേക്ക് ഒന്ന് അയച്ചാലോ? അല്ല സാർ, ഞാൻ പോലീസുമായി ബന്ധമില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാലോ? ശരി ഹമീദ്, ബട്ട് ജ്വാല അവിടെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കരുത്. ഇല്ല സാർ.
എന്താ നീ എപ്പോഴും ഒരു വിഷാദം പോലെ? വിഷമിക്കണ്ട, ഒരു സന്തോഷ വാർത്തയായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. എന്താ? ഋഷി നാളെ ഞങ്ങളുടെ വീട്ടിൽ വരും. ഇന്നവൻ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. എന്താ നിനക്കൊരു സന്തോഷമില്ലാത്തെ? ഇല്ല, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവിടെ വന്നിട്ട് അവൻ എന്തായാലും ഇങ്ങോട്ട് വരും. ഞാൻ വന്ന വിവരമൊന്നും നീ അവനോട് പറയണ്ട. ഒരു ദിവസം ഞാൻ അമ്മയും കൂട്ടി വരാം. ആ ഫോൺ കോൾ ചേച്ചി ആരോ പറ്റിച്ചതാ. എന്തിന്? എനിക്കറിയാം ചേച്ചി, എനിക്ക് മാത്രമേ അറിയാവൂ. ഋഷി ഒരിക്കലും തിരിച്ചു വരില്ല. നീ എന്താ പറഞ്ഞത്? സത്യം ഞാൻ പറഞ്ഞത്. എന്റെ അനിയന്റെ ശബ്ദം ഞാൻ കുട്ടിക്കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. എനിക്കുറപ്പുണ്ട് അത് അവൻ തന്നെ. അവൻ നാളെ വരും. ഇല്ല ഇല്ല ഇല്ല, ഋഷി ഒരിക്കലും തിരിച്ചു വരില്ല. നീ എന്തായി പറഞ്ഞത്? ആ ഷെർലി, ഷെർലി, അവളിവിടെ ഇല്ല. എവിടെ പോയി? ഒരു ബന്ധു വീട്ടിൽ. ഞാൻ അറിയാത്ത ഇത് ബന്ധുവീട്. അതിപ്പോ അറിയണ്ട. അറിയണം, എനിക്കറിയണം. അവൾക്ക് ചെന്നൈ പഠിക്കാൻ അഡ്മിഷനും താമസിക്കാൻ ഹോസ്റ്റലും ഒക്കെ റെഡിയാക്കി പണം അടച്ചിട്ടാ ഞാൻ വരുന്നത്. ആരോട് ചോദിച്ചിട്ട്? അത് ശരി, ആരോട് ചോദിക്കണം? അവൾ എങ്ങും പഠിക്കാൻ പോകുന്നില്ല, ഇവിടെ പഠിച്ചാ മതി. അത് നീ അല്ല തീരുമാനിക്കുന്നത്. എന്റെ അനിത്യാ, അത് ഞാൻ തീരുമാനിച്ചോളാം. പോരല്ലോ, ഇപ്പൊ കുറെ കാലമായിട്ട് നിന്റെ കുടുംബത്തിന്റെ കാര്യം ഞാനല്ലേ തീരുമാനിക്കുന്നത്. എന്റെ കാര്യത്തിൽ എന്ത് വേണോ തീരുമാനിച്ചോ. എല്ലാം ഞാൻ തന്നെ തീരുമാനിക്കും. നിന്റെയും ട്രീസയുടെയും ഷെർലിയുടെയും എല്ലാം. ഇന്ന് ട്രീസയുടെ കത്ത് വന്നിരുന്നു. കത്തോ? ആ, കത്ത് ഗൾഫിന്നേ. എന്റെ പെങ്ങളിപ്പോ സമ്പാദിക്കല്ലേ. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞു. അതാണ് ഇടഞ്ഞു നിൽക്കുന്നത്. ദുഷ്ട, നിന്നെയാണല്ലോ ഞാൻ പ്രാണനതുല്യം സ്നേഹിച്ചത്. സ്നേഹോ? ആർക്ക്? നിനക്ക് എന്നോടോ? പ്രായത്തിന്റെ ഒരു തിളപ്പ്. ഇതിൽ ഭേദം നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോയി വിൽക്കാമായിരുന്നില്ലേ? ആലോചിച്ചതാ, പക്ഷേ എക്സ്പയറി ഡേറ്റ്സ് കഴിഞ്ഞ പ്രോഡക്ട്സ് ആർക്കും വേണ്ട. എന്നാ പിന്നെ കിട്ടിയ വിലക്ക് വല്ല ലോക്കൽ മാർക്കറ്റിൽ കൊണ്ട് കളഞ്ഞേനെ. പക്ഷേ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളല്ലേ നീ. ആ ഒരൊറ്റ കൺസിഡറേഷൻ. അപ്പോ ഷേർലിയെ കൊണ്ട് വിൽക്കാനല്ലേ? അമ്പടാ, ബുദ്ധിമതിയാ, മനസ്സിലാക്കിയല്ലോ. എന്നാ ഇത്തവണ കിട്ടുന്ന പണം നിനക്ക് തന്നേക്കാം. എന്താ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ ആഗ്രഹം നടക്കില്ല. നീ ചാവുന്നവരെ കാത്തിരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അനുസരിച്ചാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്നെ കൊന്നിട്ടായാലും. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്നെ കൊന്നിട്ടായാലും ഞാൻ അവളെ കൊണ്ടുപോയി. അതിന് ഞാൻ അനുവദിക്കില്ല.
ആനി, ചേച്ചി, വേണമെന്ന് വിചാരിച്ചല്ല ഞാൻ ഋഷിയെ കൊന്നത്. എന്റെ ഷേർലിയുടെ മാനം രക്ഷിക്കാൻ അതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പോം വഴി. ഈ വിവരം വേറെ ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. ആ രാത്രി ഞാൻ തന്നെ ഋഷിയുടെ ശരീരം മറവ് ചെയ്ത് മുറിയിലെ ചോര മുഴുവൻ കഴുകി വൃത്തിയാക്കി. കയ്യിന്ന് ഇപ്പോഴും പോയിട്ടില്ല ചോരയുടെ മണം. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ നാം തന്നെ കൊല്ലുക. എത്ര ഭീകരമാണത്. ഇന്നോളം ഞാൻ ഉറങ്ങിയിട്ടില്ല. ആത്മഹത്യ ചെയ്യാൻ പലവട്ടം തോന്നി. പക്ഷെ ശ്രീകുട്ടനെ ഷെർലിയെ പറ്റി ചിന്തിക്കുമ്പോ സമാധാനിക്കും. വിധിയാണെന്ന് കരുതും. മനോധൈര്യം കൈവിടിയരുത്. നാട് മുഴുവൻ പോലീസ് അവനെ തിരയുകയാണ്. ഞാൻ തെറ്റുകാരിയ. ഞാൻ പോലീസിൽ കീഴടങ്ങും. അവരെന്നെ ശിക്ഷിക്കട്ടെ. എന്തിന്? നിന്നെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാണാതായ ഋഷിയെപ്പറ്റി പോലീസ് ശരിക്കും അന്വേഷിക്കുന്നില്ലെന്ന ധാരണയിൽ ലീവ് എടുത്ത് സ്വയം അന്വേഷിക്കാൻ ഇറങ്ങിയതാണ് ഞാൻ. അവന്റെ ഫോൺ വന്നുവെന്ന് നിന്നെ സമാധാനിപ്പിക്കാൻ കള്ളം പറഞ്ഞതാണ് ഞാൻ. ക്രൂരനായ മനുഷ്യത്വം തൊട്ടു തീണ്ടിട്ടില്ലാത്ത അവന് ദൈവം കൊടുത്തതാണ് ആ മരണം. അതിന് നീയൊരു നിമിത്തമായിരുന്നേ ഉള്ളൂ. അവൻ എന്റെ അനിയനായിരുന്നു എന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ചേച്ചി, ഇനി എന്ത് സംഭവിച്ചാലും ഈ വിവരം ഞാനും നീയും അല്ലാതെ മറ്റാരും അറിയരുത്. ശ്രീകുട്ടനും ഷേർലിക്കും നീ മാത്രമല്ല, ഇനി ഞാനും ഉണ്ട്. ആരാ? മനസ്സിലായില്ല. ഇതല്ലേ ഋഷിയുടെ വീട്? അതെ, ഞാൻ ജ്വാല, ഇൻഫോടെക്കിൽ വർക്ക് ചെയ്യുന്നു. വരൂ. ഞാൻ ഋഷി ഒന്ന് കാണാൻ വന്നതാ. അയ്യോ, ഋഷി ഇവിടെ ഇല്ല, ഗൾഫിലാ. ഗൾഫിലോ? അതെ, 3 മാസമായി ഒരു വിവരം ഇല്ലാതിരിക്കുകയായിരുന്നു. പോലീസിൽ കംപ്ലൈന്റ് വരെ കൊടുത്തു. അപ്പോഴുണ്ട് ഇന്നലെ അവൻ ഫോൺ ചെയ്യുന്നു. ഋഷിയുടെ നമ്പർ ഒന്ന് തരാമോ? അയ്യോ, നമ്പറൊന്നും തന്നില്ല. ഏതോ ബൂത്തിൽ നിന്നാ വിളിച്ചത്. ഇങ്ങോട്ടിരിക്കാം. ഷേർലി, ഒരു കപ്പ് ചായ കൂടി എടുത്തോ. ആ, എടുത്തോളാം. ഇത് ഋഷിയുടെ ചേച്ചിയാ. താങ്ക് യു മോളെ. വെൽക്കം. കുടിക്കൂ.
അമ്മ അമ്മ അച്ഛൻ എപ്പോ വരും? നോക്കുമോനെ, അതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. മോന്റെ അച്ഛൻ എപ്പോ വരുമെന്ന്. ഒത്തിരി ദിവസമായില്ലേ പോയിട്ട്? മോന്റെ അമ്മയും ഞാനും ദേ ഈ ആന്റിയും ഈ നാട്ടുകാരി മൊത്തം കാത്തിരിക്കുക മോന്റെ അച്ഛനെ. പിന്നെ എന്താ വേഗം വരാത്തെ? പെട്ടെന്ന് വരാൻ പറ്റുമോ? 7 കടലും കടന്ന് 7 ആകാശവും താണ്ടി ഭൂമിയുടെ 7ാം വാതിലും കടന്ന് അങ്ങ് ദൂരെ ഒരു രാജ്യത്ത് പോയിരിക്കല്ലേ അച്ഛൻ. അപ്പൊ എന്തെങ്കിലും വരുമല്ലേ? വരും. മോൻ പോയി കളിച്ചു. ആ പ്രണയം കതിർ ചൂടും യമുനാ നദിയോരം ഉലകം പൂത്തുലയും മനമോ വൃന്ദാവനം. പ്രണയം കതിർ ചൂടും യമുനാ നദിയോരം ഉലകം പൂത്തുലയും മനമോ വൃന്ദാവനം. രാധികേ നീ ചാരയണയുമ്പോൾ കണ്ണുകൾ അനുരാഗ കഥകൾ പറയുന്നു. യാദവാ നീ വാരിപ്പുണരുമ്പോൾ പുതിയ വികാരങ്ങൾ തളിരണിയുന്നല്ലോ. പ്രണയം കതിർ ചൂടും യമുനാ നദിയോരം ഉലകം പൂത്തുലയും മനമോ വൃന്ദാവനം. ഓളങ്ങളൊക്കെയും ലാളനമേകിയ തീരങ്ങളെ നിങ്ങൾ തേടുന്നു. ഇന്നലെകൾ തന്ന സുന്ദര സ്വപ്നങ്ങളിൽ കണ്ണന്റെ കാൽച്ചിലമ്പിൻ മണിനാദം. പാടൂ നീ പ്രതിഭാവതാളലയ രാഗഹൃദയ മധുസംഗീതം. പകരൂ നീ ഒരു സാന്ദ്രമന്ത്രമണിനാദവീചിതൻ സൗഭാഗ്യം. മുരളീഗാനമായി ഞാൻ ഒഴുകി വരാം. പ്രണയം കതിർ ചൂടും യമുനാ നദിയോരം ഉലകം